ഓക്കെ, അടുത്ത ചോദ്യകർത്താവിലേക്ക്. 5 സീരീസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഉള്ളാളത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ഇതാക്കണം. നിങ്ങളുടെ ഫ്ലെക്സിൽ ആദ്യം വെച്ചിട്ടുള്ള 2 വാക്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഖബർ സിയാറത്തും ഖബർ ആരാധനയും. അത് ഖബർ സിയാറത്ത് ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് വെച്ചിട്ട് പറഞ്ഞതും, പിന്നെ ആരാധന ഇവിടെ സയ്യിദ് മദനി തങ്ങളുടെ ദർബാറിലേക്ക് വരുന്ന മുസ്ലിമീങ്ങളെ കുറിച്ചിട്ടാണോ പറഞ്ഞത്, അല്ല മുസ്ലിമീങ്ങളാണ് ആരാധിക്കുന്നത് എന്ന് പറഞ്ഞതാണോ? 1. 2, മഹാനായ താജുൽ ഉലമ തങ്ങൾ പഠിപ്പിച്ച ഈ നാട്ടിൽ എന്ത് ആരാധനയാണ് മദനി തങ്ങളുടെ ദർബാറിൽ വെച്ച് നടക്കുന്നത്? 2. 3, ഇവിടെ അതിന്റെ മറുപടി പറഞ്ഞിട്ടാകാം ബാക്കി. ഖബർ സിയാറത്തും ഖബർ ആരാധനയുമായി ബന്ധപ്പെട്ട് ഇവിടെ സലഫികൾ സ്ഥാപിച്ച ഫ്ലക്സുമായി ബന്ധപ്പെട്ടാണ് സുഹൃത്ത് ഇവിടെ ചോദ്യം ഉന്നയിച്ചത്. ഏത് വിഷയം പഠിപ്പിക്കുമ്പോഴും അവിടെ മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ വ്യത്യാസമില്ല. ചെയ്യേണ്ട കാര്യം എന്താണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണ് എന്ന് പ്രമാണബദ്ധമായി പഠിപ്പിക്കലാണ് ഇസ്ലാമിന്റെ ശൈലി. അതാണ് സലഫികളും സ്വീകരിച്ചു പോരുന്നത്. ഖബർ സിയാറത്ത് സുന്നത്താണ്. അത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടു. നബി തങ്ങൾ അത് പ്രോത്സാഹിപ്പിച്ചു, സ്വഹാബത്ത് അത് ചെയ്തു, താബഈങ്ങൾ അത് ചെയ്തു, അഇമ്മത്ത് അത് പരിചയപ്പെടുത്തുകയും ചെയ്തു. പക്ഷെ എന്തിനാണ് ഖബർ സിയാറത്ത്? ഹദീസിൽ പഠിപ്പിക്കപ്പെട്ട ലക്ഷ്യം ഒന്നാണ്, മരിക്കുമെന്ന ഓർമ്മയുണ്ടാവാൻ. ഫഇൻഹാ തുദക്കിറുക്കുമുൽ മൗത്ത്, അല്ലെങ്കിൽ ഫഇൻഹാ തുദക്കിറുക്കുമുൽ ആഖിറ, പരലോകമെന്ന ഓർമ്മയുണ്ടാവാൻ, മരിക്കുമെന്ന ഓർമ്മയുണ്ടാവാനാണ് ഖബർ സിയാറത്ത്. ആ ലക്ഷ്യത്തിൽ നടക്കേണ്ട ഖബർ സിയാറത്തിനെ വഴിമാറ്റിക്കൊണ്ടുപോയി മുസ്ലിമീങ്ങൾ. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഉള്ളാളിൽ മാത്രമല്ല, എല്ലാ സ്ഥലത്തും അത് വ്യാപകമാണ്. നൂറ്റാണ്ടുകളായി ലോകത്തങ്ങനെ നടക്കുന്നുമുണ്ട്. ഷിയാക്കളാണ് തുടങ്ങി വെച്ചത്. ആ ഷിയാക്കളിൽ നിന്ന് പിന്നീട് സൂഫികളാണ് അത് ഏറ്റെടുത്തത്. തുരീഖത്തിന്റെ പേരിൽ, തസവൂഫിന്റെ പേരിൽ അത്തരം സംസ്കാരങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിലേക്ക് അത് വ്യാപകമായി വരികയാണ് ചെയ്തത്. നമ്മുടെ നാട്ടിൽ അത് സമസ്തക്കാർ ഏറ്റെടുത്തു. വ്യത്യസ്തമായ തുരീഖത്തുകളെ സമസ്ത സ്വീകരിക്കുക വഴി ഇത്തരം തെറ്റായ സിയാറത്തിന്റെ മറവിലുള്ള ഇത്തരം ശിർക്കായ കാര്യങ്ങൾ, കുഫ്റാകുന്ന കാര്യങ്ങൾ, ബിദ്അത്താകുന്ന കാര്യങ്ങൾ, ഖുറാഫാത്തുകൾ എല്ലാം നമ്മുടെ നാട്ടിൽ വ്യാപകമായി വന്നിട്ടുണ്ട്. അത് എല്ലാ ദർഗക്കും ഒരുപോലെ ബാധകമാണ്. നബി തങ്ങൾ ദുആ ചെയ്തത് നബിയുടെ ഖബറിനെ പറ്റിയാണല്ലോ. നബിയുടെ ഖബറിനെ പറ്റി ദുആ ചെയ്തത് അല്ലാഹുമ്മ ലാ തജൽ ഖബരി വസനൻ യുഅബദ്, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്ന് നബി തങ്ങൾ ദുആ ചെയ്തെങ്കിൽ, ഉള്ളാൽ തങ്ങളെക്കാളും വലിയ തങ്ങൾ നബി തങ്ങളാണല്ലോ. ഉള്ളാൽ ദർഗയേക്കാളും മഹത്വമുള്ള ഖബർ നബി തങ്ങളുടെ ഖബറാണല്ലോ. ആ ഖബറിനെ പറ്റിയാണ് നബി തങ്ങൾ പ്രാർത്ഥിക്കുന്നത്, എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ. അപ്പൊ ആ വിലക്കപ്പെട്ട കാര്യം ഏത് ഖബറുകൾ ചെയ്താലും അത് തെറ്റായ കാര്യം തന്നെയാണ്. അത് നബിയുടെ ഖബറുകൾ ചെയ്താലും അങ്ങനെ തന്നെയാണ്, മറ്റേത് ഖബറുകൾ ചെയ്താലും അങ്ങനെ തന്നെയാണ്, എത്ര വലിയ ആൾ പഠിപ്പിച്ചാലും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതിൽ മാത്രമേ തെറ്റുപറ്റാത്തതുള്ളൂ. അള്ളാഹു തആല പഠിപ്പിച്ചതിൽ മാത്രമേ തെറ്റുപറ്റാത്തതുള്ളൂ. നമ്മുടെ പ്രമാണം വിശുദ്ധ ഖുർആനാണ്, പ്രവാചക വചനങ്ങളാണ്. അത് രണ്ടുമാണ് ഇസ്മത്തുള്ള, തെറ്റുപറ്റാത്ത, പാപസുരക്ഷിതമായ പ്രമാണങ്ങൾ. അത് രണ്ടുമാണ്. മറ്റാരും പറഞ്ഞതിലും തെറ്റുണ്ടെങ്കിൽ തെറ്റാണെന്ന് പറയാം, ശരിയാണെങ്കിൽ ആ ശരി നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. ബാക്കി സഹോദരൻ ചോദിക്കട്ടെ, അപ്പൊ ബാക്കി പറയാം. ഞാൻ ചോദിച്ചതിനുള്ള മറുപടി കിട്ടിയിട്ടില്ല. ഒന്നാമത്തെ പ്രശ്നം, ഇവിടുത്തെ നിങ്ങൾ ആദ്യമായിട്ട് ഇട്ട ഫ്ലെക്സിലുള്ള ഒന്നാമത്തെ വാക്യം ഖബർ സിയാറത്ത്, ഇത് മുഅ്മിനീങ്ങൾക്ക് വെച്ചിട്ട് ചോദിച്ചതല്ലേ? അതെ, പറഞ്ഞല്ലോ. ഓക്കെ, അതിലുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഖബർ ആരാധന, അത് ആർക്ക് വെച്ചിട്ടാണ് ചോദിച്ചത്? ഖബർ ആരാധിക്കുന്ന എല്ലാവർക്കും വെച്ചതാണ്. ഖബർ ആരാധിച്ചാലും അവർക്കെല്ലാം ബാധകമാണ്. ഓക്കെ, എന്നാൽ ഓക്കെ. അപ്പൊ അത് ഇവിടുത്തെ അമുസ്ലിമീങ്ങളും അവിടെ സന്ദർശിക്കുന്ന അമുസ്ലിമീങ്ങൾ അങ്ങനെ വെച്ച് ഞങ്ങൾ വിചാരിക്കും. ഓക്കെ, ഞാൻ വിചാരിച്ചു. അതിനുള്ള ഒരു പ്രശ്നം, അവിടെ ഉള്ളാളെ മദനി തങ്ങളുടെ ദർബാറിന്റെ ഫോട്ടോ എന്തിനു വെച്ചിട്ട് ആരാധിക്കുന്നു, എന്തിനിട്ടു? അവിടെ നടക്കുന്നുണ്ട്.
അത് ഇല്ല, പറഞ്ഞിട്ടില്ല. നബിതങ്ങൾ വിലക്കിയ ഖബർ ആരാധന അവിടെ നടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ച ഖബർ ആരാധന, ഞാൻ അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇവിടെ എന്ത് ഖബർ ആരാധനയാണ് നടക്കുന്നത്? ഉള്ളാൾ ദർഗയിൽ വെച്ചിട്ട് നിങ്ങൾ ഉള്ളാളത്തിൽ പ്രോഗ്രാം നടത്തുമ്പോൾ സ്പെസിഫിക് ആയിട്ട് പിൻ ടു പിൻ വാട്ട് ഖബർ ആരാധനയാണ് ഇവിടെ നടക്കുന്നത്, അത് ഞമ്മൾക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ ഡെയിലി മഹാനായ മദനി തങ്ങളുടെ അടുത്ത് പോകുന്ന ആളാണ്. അപ്പൊ ഞമ്മക്കും ഒരു മനസ്സിലാക്കാം. ഞങ്ങൾ പരാതി പറയാനല്ല, അൽഹംദുലില്ലാ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് എല്ലാം തന്നിട്ടുണ്ട്. മദനി തങ്ങൾ ഇവിടേക്ക് ദീൻ എത്തിച്ച ആളാണ്. എൻ്റെ ഉമ്മക്കും എൻ്റെ ഉപ്പാക്കും ദീൻ കിട്ടിയത് മദനി തങ്ങളെ കൊണ്ടാണ്. ഞങ്ങൾ മദ്രസ പഠിച്ചത് മദനി തങ്ങളെ കൊണ്ടാണ്. അതിനാണ് ഞാൻ ഡെയിലി പോയിട്ട് ഹാജരിയിടും. അതിന് ഞങ്ങളുണ്ട്, നിങ്ങൾ പഠിപ്പിച്ച വഴിയിൽ തന്നെ ഞങ്ങളുണ്ട് എന്ന് പറയും. അതന്നെ ഖബറാരാധന, അതാണ് ഖബറാരാധന. അത് പാടില്ല. ഖബറുകളിൽ പോയിട്ട് അങ്ങനെ പറയാനേ വകുപ്പില്ല. ഖബറുകൾ ചെന്നാൽ പറയാനുള്ളത് നബി തങ്ങൾ പഠിപ്പിച്ചു, സലാമുൻ അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. ഇതാണ് നബി തങ്ങൾ പഠിപ്പിച്ച ഖബർ സിയാറത്ത്. നബി തങ്ങളുടെ കാലത്ത് ആയിരക്കണക്കായ സ്വഹാബത്തിന്റെ ഖബർ ഉണ്ടായി. നബി തങ്ങളുടെ ഖബർ ഉണ്ടായ ശേഷം ലക്ഷത്തിൽ പരം സ്വഹാബിമാർ ജീവിച്ചു. ആ ഒരു സ്വഹാബിയോ ഒരു താബിഇയോ നബി തങ്ങളുടെ ഖബറുകൾ ചെന്നുകൊണ്ട് നബിയെ നിങ്ങൾ പഠിപ്പിച്ച ദീനിൽ ഞങ്ങളുണ്ട് ട്ടോ, തെറ്റിപ്പോയിട്ടില്ല, അവിടെ താങ്ക്സ് എന്ന് പറയാൻ ഒരു സ്വഹാബി അവിടെ പോയിട്ടില്ല. അവിടെ പോയി ജാറം മൂടിയിട്ടില്ല, അവിടെ വിളക്ക് കത്തിച്ചിട്ടില്ല, ആ ഖബർ കെട്ടിയുയർത്തിയിട്ടില്ല, അവിടെ പോയി തൊട്ടുമുത്തിയിട്ടില്ല, അവിടെ പോയി തടവിയിട്ടില്ല, അവിടെ പോയി സങ്കടം പറഞ്ഞിട്ടില്ല, പരാതി പറഞ്ഞിട്ടില്ല, ആപരാതി പറഞ്ഞിട്ടില്ല. കാരണം എന്താ? നബി തങ്ങൾ പഠിപ്പിച്ചതൊന്നുമല്ല. എന്നാൽ അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. ഉള്ളാൾ നടക്കുന്നുണ്ട്, മമ്പുറത്തും പുത്തമ്പള്ളി മജ്മീറും ഏറുവാടിയും പൊന്നാനിയും പുതുപൊന്നാനിയും മുത്തുപ്പേട്ടും തുടങ്ങി ഒട്ടുമിക്ക സ്ഥലത്തും ഇതെല്ലാം നടക്കുന്നുണ്ട്. അത് ഖബർ സിയാറത്തേ അല്ല. നബി തങ്ങൾ പഠിപ്പിച്ചത് ഖബർ ഒരു ചാണോളം ഉയർത്താനാണ്. നബിയുടെ ഖബർ അങ്ങനെയാണ്. നഹ്വം മിൻ ശിബർ, ഒരു ചാണോളമാണ് നബി തങ്ങളുടെ ഖബർ ഉയർത്തിയത്. നഹ്വം മിൻ അർബഇ അസ്വാബിഅ, 4 വിരലോളം എന്നും ഹദീസിൽ, 4 വിരൽ ഇങ്ങനെ വെച്ചാണ് ഹൈറ്റ്. അതാണ് ഒരു ചാണോളം എന്ന് മറ്റു ഹദീസിൽ പറഞ്ഞത്. ഇതാണ് നബി തങ്ങളുടെ ഖബർ, ഇതാണ് അബൂബക്കർ സിദ്ദീഖിന്റെ ഖബർ, ഇതാണ് ഉമർ ഖത്താബിന്റെ ഖബർ, ഇതാണ് സ്വഹാബത്തിന്റെ ഖബർ. ഒരു സ്വഹാബിയുടെ ഖബറും മറ്റൊരു സ്വഹാബി അല്ലെങ്കിൽ താബിഈ കെട്ടിയുയർത്തിയിട്ടില്ല, ജാറമാക്കി മാറ്റിയിട്ടില്ല, അവിടെ വിളക്ക് വെച്ചിട്ടില്ല, അവിടെ ദർഗയുണ്ടാക്കിയിട്ടില്ല, അവിടെ ആ വക ഒരു ഏർപ്പാടും ചെയ്തിട്ടില്ല. അത് മുസ്ലിമീങ്ങളുടെ സംസ്കാരമല്ല, നബി തങ്ങളെ പഠിപ്പിച്ച അധ്യാപനമല്ല. അത് ലോകത്ത് ആദ്യമായി തുടങ്ങിയത്, ഈ ഉമ്മത്തിൽ തുടങ്ങിയത് ഷിയാക്കളാണ്. അതിന് മുമ്പ് ചെയ്തത് യഹൂദികളും നസ്വാറാക്കളുമാണ്. ഈ ഉമ്മത്തിൽ ഷിയാക്കൾ തുടങ്ങി. ഈ ഉമ്മത്തിൽ നബി തങ്ങളുടെ കാലശേഷം ആദ്യത്തെ ജാറം നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇറാഖിലെ നജഫിൽ ഷിയാക്കൾ ഉണ്ടാക്കിയ ഹുസൈൻ ബിൻ അലിയുടെ പേരുള്ള ജാറമാണ് ഒന്നാമത്തെ ജാറം. ഹിജറ 300കളിൽ ഇറാഖിൽ ഷിയാക്കൾ ഉണ്ടാക്കിയ ഹുസൈൻ ബിൻ അലിയുടെ പേരുള്ള ജാറമാണ് ഈ ഉമ്മത്തിൽ ആദ്യമായി ഉണ്ടായ ജാറം. പിന്നീട് അതിന് ശേഷം പലപ്പോഴായി പലരും ആ വഴി സ്വീകരിച്ചു പോന്നു. തസവുഫിന്റെ പേരിൽ, ത്വരീഖത്തിന്റെ പേരിൽ അതിന് ഇവിടെ വ്യാപകമായ അംഗീകാരം കിട്ടി. അതാണ് നമ്മുടെ ഉമ്മത്തിലേക്ക് കടന്നു വന്നത്. അല്ല നബിയോ സ്വഹാബത്തോ താബിഈങ്ങളോ എവിടെയും അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യാൻ പഠിപ്പിച്ചില്ല. താങ്കൾ ആത്മാർത്ഥമായിട്ടാണ് ചോദിച്ചത് എങ്കിൽ, ദീൻ അറിയാനും പഠിക്കാനുമാണ് താങ്കൾ ചോദിച്ചത് എങ്കിൽ, താങ്കൾ ആത്മാർത്ഥമായി അന്വേഷിക്കുക. നബിതങ്ങളുടെ ഏതെങ്കിലും അധ്യാപനത്തിൽ, സ്വഹാബിമാരുടെ ഏതെങ്കിലും അധ്യാപനത്തിൽ ഒരു ഖബറെങ്കിലും കെട്ടിയുയർത്തിയതുണ്ടോ? ഒരു ഖബറിങ്ങനെ വിളക്കി വെച്ചതുണ്ടോ? ഒരു ഖബർ ജാറം മൂടിയതുണ്ടോ? അവിടെ പോയി തൊട്ടുമുത്തിയതുണ്ടോ? അവിടെ പോയി സങ്കടം പറഞ്ഞതുണ്ടോ? അവിടെ പോയി രോഗം മാറാനും മുറാദ് ഹാസിലാകാനും പരാതികൾ പരിഹരിക്കാനും പോയി പറഞ്ഞ ഒരു മാതൃക നബിതങ്ങളുടെയോ സ്വഹാബത്തിന്റെയോ അധ്യാപനത്തിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കുക. നബിതങ്ങളാണ് ദീന് പഠിപ്പിച്ചത്. നബിതങ്ങളാണ് അല്ലാഹു തആല അയച്ചത് ദീന് പഠിപ്പിക്കാൻ. ആ നബിയിൽ നിന്ന് സ്വഹാബിമാരാണ് ദീന് പഠിച്ചത്. ബാക്കിയെല്ലാം പിന്നീട് വന്നവരാണ്. ഏത് വ്യക്തിയിലും അബദ്ധങ്ങൾ വരാം, സുബദ്ധങ്ങൾ വരാം. സയ്യിദ് മദനി പഠിപ്പിച്ച എല്ലാ അധ്യാപനവും നമ്മുടെ കൈവശം ഉണ്ടോ? ഇല്ലല്ലോ. സയ്യിദ് മദനിലുണ്ടോ? അതിന്റെ ചരിത്രത്തിൽ പലതും കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ പേരിൽ പലതും പ്രചരിപ്പിക്കുന്നുവെന്നല്ലാതെ അദ്ദേഹം എഴുതിയ കിതാബുണ്ടോ? അദ്ദേഹം പഠിപ്പിച്ച അധ്യാപനമുണ്ടോ? അതൊക്കെ കേട്ടുകേൾവി പറഞ്ഞു പ്രചരിപ്പിക്കാന്നല്ലാതെ അത്രയേ ഉള്ളൂരോ? അതല്ല ദീനിന്റെ അടിസ്ഥാനം. ദീനിന്റെ അടിസ്ഥാനം അല്ലാഹു തആല പറഞ്ഞു, നബിതങ്ങൾ പഠിപ്പിച്ചതാണ്. ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? ആ നബിതങ്ങൾ പഠിപ്പിച്ചോ, ഖലാസ്, പിന്നെ സംസാരമില്ല. നബിയുടെ സ്വഹാബത്ത് പഠിച്ചതാണോ? അംഗീകരിക്കാം, സംശയം. അതിന് ശേഷം ആര് ചേർത്താലും മതത്തിൽ ഇല്ലാത്തതാണോ അത് സ്വീകാര്യമല്ല. നബി തങ്ങൾ പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ മതത്തിൽ ഇല്ലാത്ത ഒന്ന് ആരുണ്ടാക്കിയാലും തള്ളപ്പെടണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതാണ് അടിസ്ഥാനം. ഓക്കെ, നിങ്ങൾക്ക് സീരീസിൽ 3 എണ്ണങ്ങൾ ചോദിച്ചു, ഇനി 2 എണ്ണം ബാക്കി ഉണ്ടാവും, ചോദിച്ചോളൂ.
ഒന്നാമത്തെ ക്വസ്റ്റ്യനിൻ്റെ അതിൻ്റെ ഒരു മറുപടി കൂടുതൽ വേണമായിരുന്നു. ഒന്ന്, ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരാധന എന്ന് പറഞ്ഞു, അത് ഏത് അടിസ്ഥാനത്തിലാണ് ആരാധന എന്ന് പറഞ്ഞത്? സഹോദരൻ പഠിക്കാൻ വേണ്ടിയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഉള്ളാൾ ദർഗയിൽ ആരാധനയുമായി ബന്ധപ്പെട്ട എന്ത് വിഷയമാണ് ഉള്ളത്? ഖബർ സിയാറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇസ്ലാമും പഠിപ്പിച്ച കാര്യമാണ്, അതിൽ സഹോദരൻ തർക്കമില്ല. പക്ഷെ ആ ഖബർ സിയാറത്ത് പലപ്പോഴും ആരാധനയിലേക്ക് വഴിമാറുന്നുണ്ട്. അതിൻ്റെ തെളിവാണ് സഹോദരൻ ചോദിച്ചത്. ഇത് ഉള്ളാളിൽ നിന്ന് പുറത്തിറങ്ങിയ പുസ്തകമാണ്. ഖുതുബുസ്സമാൻ അസയ്യിദ് മുഹമ്മദ് ഷെരീഫുൽ മദനി, BK ഉസ്മാൻ സഖാഫി, അഡിയാർ, കണ്ണൂർ, സുൽത്താൻ ബുക്ക് സ്റ്റാൾ, ഉള്ളാൾ. ഇത് സലഫികൾ ഇറക്കിയതല്ല. ഇതിൻ്റെ പ്രസാധക കുറിപ്പ് വായിച്ചു തരാം. ഇവിടുത്തെ ഏതു കാര്യത്തിൻ്റെ വിജയത്തിനും പ്രധാന കാരണക്കാരനും പണ്ഡിത പാമരനെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും രക്ഷക്കായി ഓടിയെത്തുന്ന ഗേഹമാണല്ലോ മദനി തങ്ങളുടെ ദർബാർ. അവിടുത്തെ പൊരുത്തവും സഹായവുമാണ് ഈ കൃതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സയ്യിദ് മദനിയെക്കുറിച്ച് ഇങ്ങനൊരു പുസ്തകം എഴുതിയ സഖാഫിയുടെ, ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ആളുകളുടെ താല്പര്യം എന്താണ്? മരിച്ചുപോയ സയ്യിദ് മദനിയുടെ പൊരുത്തമാണ്. ഞാൻ ചോദിക്കുന്നു എൻ്റെ ബഹുമാന്യനായ സഹോദരനോട്, അല്ലാഹ് ഏതൊരു സൽക്കർമ്മം ഒരാൾ ചെയ്യുമ്പോഴും അയാൾ വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ദീനിൻ്റെ കാര്യങ്ങൾ, മതപരമായ കാര്യങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തവും അല്ലാഹുവിൻ്റെ തൃപ്തിയും അല്ലാഹുവിൻ്റെ സാമീപ്യവും ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച, ഇത് എഴുതിയ ആളുകൾ പറയുന്നു, ഇതിലൂടെ സയ്യിദ് മദനിയുടെ പൊരുത്തവും സഹായവുമാണ് ഈ കൃതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു സഹോദര, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഒരു മരിച്ചുപോയ മനുഷ്യന്റെ പൊരുത്തം കിട്ടാൻ, ഒരു മരിച്ചുപോയ മനുഷ്യന്റെ സഹായം ലഭിക്കാൻ ഒരു സൽക്കർമ്മം ചെയ്യണമെന്നതിന് ഇസ്ലാമിൽ തെളിവുണ്ടോ? ഇല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം ആ ഒരു നാം ആഗ്രഹിക്കേണ്ടത് ആരുടെ പൊരുത്തമാണ്? അള്ളാഹുവിന്റെ പൊരുത്തമാണ്. ഈ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് സമാനമാണ് സയ്യിദ് മദീനയുടെ പൊരുത്തം എന്നൊരാൾ വിശ്വസിച്ചാൽ അതാണ് ആരാധന. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ട, അള്ളാഹുവിന്റെ മാത്രം പൊരുത്തം ആഗ്രഹിക്കേണ്ട ഒരു കർമ്മത്തെ സയ്യിദ് മദനിയുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നതിനാണ് ആരാധന എന്ന് പറയുന്നത്. ഒരു തെളിവ്. രണ്ടാമത്തെ തെളിവ് പിടിച്ചോളൂ. ഇതിന്റെ ആമുഖത്തിൽ BK ഉസ്മാൻ സഖാഫി, അഡിയാട്ട്, കണ്ണൂർ എഴുതുകയാണ്, ഔലിയാക്കന്മാരുടെ ഒരു നൂറ്റാണ്ടിലെ ഖുതുബ് എന്ന ഉന്നതമായ സ്ഥാനം കൈവരിച്ചിരുന്ന മഹാനവർകൾ തനിക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച കറാമത്തിലൂടെ തന്നിലേക്ക് സഹായത്തിനായി പാഞ്ഞെത്തുന്ന എല്ലാവരെയും അകമഴിഞ്ഞ് സഹായിച്ചു. ജീവിതം മരണശേഷം എന്ന വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും തണലായി വാഴുന്നു. ഞാൻ എൻ്റെ ബഹുമാന്യനായ സുഹൃത്തിനോട് ചോദിക്കുന്നു, ഒരു മനുഷ്യൻ മഹാൻ മരിച്ചു കഴിഞ്ഞാൽ ആ മഹാനായ മനുഷ്യന്റെ ഖബറിന്റെ അടുക്കിലേക്ക് എന്തു പ്രയാസമുണ്ടെങ്കിലും സഹായത്തിനായി ഓടിച്ചെല്ലുന്നത് എന്തിനാണ്? വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഖരീബായ പടച്ചറപ്പിനെ വിട്ടുകൊണ്ട് ഒരു വലിയിന്റെയോ ഒരു സ്വാലിഹിന്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെയോ ഖബറിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്നത് എന്താണ്? അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടാത്ത എന്താണ് ഒരു വലിയിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇത് പറയുന്നു എല്ലാവരും. അത് ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, അവർ പല രീതിയിൽ സഹായിച്ചേക്കാം. പക്ഷെ മരിച്ചതിന് ശേഷം എല്ലാ ആളുകളും അവരുടെ സഹായത്തിനായി ആ മനുഷ്യന്റെ സയ്യിദ് മദനിയുടെ സഹായത്തിനായി പാഞ്ഞെത്തുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ മരിച്ചതിന് ശേഷവും സയ്യിദ് മദനി നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ
ആ വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ പാഞ്ഞെത്തുന്നത്. സയ്യിദ് മദനി മരിച്ചു കഴിഞ്ഞാലും മരിച്ചു കഴിഞ്ഞ സയ്യിദ് മദനി ജീവിച്ചിരിക്കുന്ന മദനിയെ പോലെ തന്നെയാണ് എൻ്റെ പ്രയാസങ്ങൾ അറിയാനും സഹായിക്കാനും എന്നെ സഹായിക്കാനുമെല്ലാം സയ്യിദ് മദനിക്ക് മരിച്ചതിന് ശേഷം കഴിയും എന്നൊരു മനുഷ്യൻ വിശ്വസിച്ചാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പങ്കുചേർക്കലാണ്. കാരണം എന്തുകൊണ്ടാണ്? അങ്ങനൊരു സബബ് അള്ളാഹുവിന്റെ ദീൻ അള്ളാഹ് നിശ്ചയിച്ചിട്ടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രവാചകന്മാർ വഖദ് അജ്ദബു മറാത്തിൻ, അവർക്കൊരു പ്രയാസങ്ങൾ ധാരാളക്കണക്കുണ്ടായിട്ടുണ്ടെന്ന്. എന്നിട്ടോ വഹല്ല ജാഉ ഇലാ ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെന്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഖബറോടുണ്ടായിട്ട് സയ്യിദ് മദനിയുടെ ഖബറിനേക്കാൾ ലോകത്ത് ഏറ്റവും മഹത്തരമായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മദീനത്തുണ്ടായിരിക്കെ ആ റസൂലുള്ളാഹിന്റെ സഹാബത്തിന് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടായി, അവർ ഓടിച്ചെന്നിട്ടില്ല. പക്ഷെ സയ്യിദ് മദനിയുടെ ഖബറിലേക്ക് ആളുകൾ ഓടിച്ചെല്ലുന്നു. എന്തുകൊണ്ട്? അപ്പോൾ അഹ്ലുസുന്നയുടെ വിശ്വാസമില്ലാത്ത ചിലതൊക്കെ ആടുകളുടെ മനസ്സിലുണ്ട്. ആ ഖബറിനോടൊരു ആരാധനാ മനോഭാവമുണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത് നോക്കൂ നിങ്ങൾ. ഈ വിഷയത്തിൽ ഞാൻ എൻ്റെ വിഷയാവതരണത്തിൽ പറഞ്ഞിരുന്നു. എന്താണത്? ഒരു കാലഘട്ടത്തില് ഔലിയാക്കളുടെ കുതുബായിരുന്ന ഉള്ളാൾ എന്ന പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് ഷരീഫുൽ മദനി തങ്ങളെക്കുറിച്ച് മദ്ഹ് പറയുക എന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. അങ്ങനെ ഖുർആനിലുണ്ടോ സഹോദര? ഇത് തെറ്റല്ലേ? ഇനി അദ്ദേഹം പറയാണ്, കൂടാതെ സാലിഹീങ്ങളുടെ പ്രകീർത്തനം പുണ്യമുള്ളതാണല്ലോ. ആ വിഭാഗത്തിലാണെങ്കിൽ സാലിഹീങ്ങളുടെ നല്ലത് പറയാം, പക്ഷെ ഇത് നല്ലതല്ല മാത്രം പറഞ്ഞിട്ടുള്ളത്. ഇതും തെറ്റാണ്. എന്തുകൊണ്ട്? ഇനി തീർന്നില്ല. ഇതിന്റെ ഏറ്റവും അപകടകരമായ മറ്റൊരു വശം കൂടി ഞാൻ ഇതിൽ സൂചിപ്പിക്കാം. ഇതാ ഇതിന്റെ 21-ാമത്തെ പേജിൽ എന്തുകൊണ്ടാണ് വിശ്വാസികളായ ആളുകൾ അവർ ഖബറിൽ കിടക്കുന്ന ആളുകളെ ആരാധനാ മനോഭാവത്തോടുകൂടി സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിന്റെ വളരെ മാന്യമായി ചോദിച്ച സഹോദരന് വളരെ മാന്യമായി ഉത്തരം പറയുന്നു. എന്താണ്? വിദൂരത്തിൽ നടക്കുന്ന ഏത് കാര്യവും അടുത്തുള്ളതുപോലെ കാണാനും ഏത് കാര്യം ചെയ്യാനും മഹാന്മാർക്ക് കഴിയും. ഇതാണ് സഹോദര അപകടം. ഇത് അള്ളാഹുവിന്റെ വിശേഷണമാണ്. ഈ അള്ളാഹുവിന്റെ വിശേഷണത്തെ സയ്യിദ് മദനിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സയ്യിദ് മദനിയെ ഇലാഹാക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ ഇലാഹെന്ന് വിളിച്ചാലും ഇല്ലെങ്കിലും പൊന്നു സഹോദര, പൊന്നു സുഹൃത്തെ, അത് അപകടകമാണ്. എവിടെ നിന്ന് വിളിച്ചാലും. ഞാൻ ഒന്നുകൂടി വായിക്കാം. വിദൂരത്തിൽ നടക്കുന്ന ഏത് കാര്യവും അടുത്തുള്ളതുപോലെ കാണാനും ഏത് കാര്യം ചെയ്യാനും മഹാന്മാർക്ക് കഴിയുമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉള്ളാൾ ദർഗയിലേക്കും അതുപോലെ തന്നെ മമ്പുറത്തേക്കും നാഗൂരിലേക്കും അജ്മീറിലേക്കും ബഗ്ദാദിലേക്കുമൊക്കെ ആളുകൾ പോകുന്നതെങ്കിൽ ആ വിശ്വാസത്തിൽ പൊന്നു മുഅ്മിനീങ്ങളെ പിഴവുണ്ട്. കാരണം അങ്ങനെ ഒരു ഖബറിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകേണ്ടിയിരുന്നെങ്കിൽ പ്രവാചകന്റെ ഖബർ ലക്ഷ്യം വെച്ചുകൊണ്ട് സഹാബത്ത് പോകുമായിരുന്നു. അത് പ്രവാചകൻ പഠിപ്പിക്കുമായിരുന്നു. അതല്ല പ്രവാചകൻ പഠിച്ചത്. നീ ചോദിക്കുകയാണെങ്കിൽ ഫസ്അലില്ല, പടച്ചവനോട് ചോദിക്കണം. അപ്പൊ എവിടെയാണ് ആരാധന ചോദിച്ചാൽ നിങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പുസ്തകത്തിൽ തന്നെ അള്ളാഹുവിന് കൊടുക്കേണ്ട പല വിശേഷണങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അവകാശപ്പെട്ട പല കാര്യങ്ങളും സയ്യിദ് മദനിയുടെ വിശേഷണമായി കൊണ്ട് എവിടെ നിന്ന് വിളിച്ചാലും അല്ലെങ്കിൽ ഏത് രൂപത്തിൽ ആളുകളെ കാണാനും ഒക്കെ സഹായിക്കാൻ കഴിയുമെന്ന വിശ്വാസം സഹോദരന്മാരെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഇവിടെ ആടിനെ നീർച്ചയാക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തഖർറുബല്ലാതെ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ല്ലാതെ ഇവിടെ വിശദീകരിക്കപ്പെടും. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ എവിടെയാണ് ആരാധന ചോദിച്ചാൽ ഈ വിശ്വാസത്തിലാണ് ആരാധന വരുന്നത്. ആ വിശ്വാസം ഉണ്ടാകുമ്പോൾ പടച്ചറബിലേക്ക് തിരിയേണ്ട തേട്ടങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. സയ്യിദ് മദനിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ അവിടെ അദ്ദേഹത്തെ തവസ്സുലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എത്ര ആളുകൾക്കാണ് പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടിയത് എന്ന് ഇതിൽ പറയുന്നുണ്ട്. ആ പ്രയാസം നീങ്ങിക്കിട്ടാൻ വേണ്ടിയാണ് സഹോദര ആളുകൾ വരുന്നത്. ഇത് തെറ്റാണെന്ന് വളരെ നസീഹത്തോടുകൂടി ഞാൻ പറയുന്നു. ഇനി ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരെയുള്ള കാര്യങ്ങൾ അടുത്തതായിക്കൊണ്ട് ഔലിയാക്കന്മാർക്ക് നിരാക്ഷേപം കാണാൻ കഴിയും എന്നതിന് വല്ല തെളിവുണ്ടെങ്കിൽ സഹോദരന് പറയാം. അതല്ലെങ്കിൽ ഈ സയ്യിദ് മദനിയെ കുറിച്ച് മരിച്ചു കഴിഞ്ഞാലും ഔലിയാക്കന്മാർക്ക് ജീവിച്ചിരിക്കുന്നവരെ പോലെ തന്നെ ഇടപെടാനും അതുപോലെ തന്നെ സഹായിക്കാനും ഒക്കെ കഴിയുമെങ്കിൽ ഖുർആനിലും സുന്നത്തിലും തെളിവുണ്ടെങ്കിൽ എൻ്റെ പൊന്നു സുഹൃത്തിന് അത് പറയാം. അതില്ലാത്തിടത്തോളം കാലം, അത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് അന്യമായിടത്തോളം കാലം ഈ വിശ്വാസം തെറ്റാണ് സഹോദര. അതാണ് സലഫികൾക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. നിങ്ങൾ പറഞ്ഞ മറുപടിയിൽ ഒന്നും കൂടി ചോദിക്കാനുള്ളത്, നിങ്ങൾ പറഞ്ഞു
ഞാനിപ്പോൾ മദനി തങ്ങളോട് പോയി പറയുന്നത് അള്ളാഹുവിനോട് പോയി പറയേണ്ട കാര്യങ്ങളാണ്. പിന്നെ ആ ബുക്ക് വെച്ചിട്ട് പറഞ്ഞു തൃപ്തിയുള്ള കാര്യമാണ്. ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കാം. എൻ്റെ ഉമ്മയോട് എൻ്റെ ഉമ്മക്ക് തൃപ്തിയുള്ള ഒരു കാര്യം ഞാൻ ചെയ്യുമല്ലോ എന്നൊരു പേടി എനിക്ക് എപ്പോൾ ഉണ്ടാവും. അത് മരിച്ചു കഴിഞ്ഞാലും അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, അതിനി കഴിഞ്ഞാലും ആ ഒരു തൃപ്തി ഉണ്ടാവട്ടെ. ആ ഒരു ഉമ്മാന്റെ ആ ഒരു ദുആ ഇപ്പോഴുമുണ്ട്, പിന്നെ ഉണ്ടാവട്ടെ എന്ന് വിശ്വസിക്കുന്ന ആളും അത് പഠിപ്പിച്ചു തന്ന ദീനുമാണ്. പിന്നെ മറ്റൊന്ന്, അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യവും മദനി തങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ പറഞ്ഞു, അതൊരു കോൺട്രഡിക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. പറഞ്ഞാൽ ഞങ്ങൾ ഒരു ദുനിയാവിയായ ചിന്ത വെച്ചിട്ട് ഒരു ലോജിക്കലി വെച്ചിട്ട് ചിന്തിക്കുമ്പോൾ ഒരു ഉമ്മയോട് ഞാൻ ചോദിക്കുന്ന ഒരു വിഷയം ഞാൻ വൈഫിനോട് കൊണ്ട് ചോദിപ്പിച്ചു. ജനറൽ ഒരു കോമൺ സെൻസ് യൂസ് ആക്കിയിട്ട് നമുക്കൊരു ലോജിക്കൽ തിങ്കിങ് ചെയ്തിട്ട് നോക്കാം. മദനി തങ്ങളടുത്ത് ഞങ്ങൾ മദനി തങ്ങളെ ഇലാഹ എന്ന് വിചാരിക്കുന്നേ ഇല്ല, ഞങ്ങൾക്കത് പഠിപ്പിച്ചിട്ടൊന്നുമില്ല. അവിടെ പോവാനും അവിടെ നിസ്കരിക്കാനും മദനി തങ്ങളോട് ഒരു സലാം നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ സലാമും പറയും, മറ്റു കാര്യങ്ങളും ഞങ്ങൾ പറയും. അത് ഞമ്മക്ക് അവർ കേൾക്കുന്നു എന്ന വിശ്വാസം, അത് ദീൻ പഠിപ്പിച്ചു തന്ന വിശ്വാസമാണ്. മരിച്ചവർ ഞങ്ങളെ കേൾക്കുന്നു, അത് ബേസിക്കുള്ള വിശ്വാസമാണ്. അപ്പൊ അവർ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അത് അവർ പ്രതികരിക്കട്ടെ പ്രതികരിക്കാതിരിക്കട്ടെ, അത് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് എങ്ങനെ ആരാധനയായി മാറും? ലോകത്ത് എവിടുന്നുമുള്ള വിളി മരിച്ചവർ കേൾക്കുന്നുവെന്ന് ദീൻ പഠിപ്പിച്ചിട്ടില്ല. അത് ദീനിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല, അത് കേൾക്കുകയില്ല എന്നാ ദീന് പഠിപ്പിച്ചത്. അപ്പോഴാ മരിച്ചു എന്ന് പറയാം. അല്ലെങ്കിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ മരിച്ച ആളെ കുളിപ്പിക്കുന്നു, കഫൻ ചെയ്യുന്നു, നിസ്കരിക്കുന്നു, കൊണ്ടുപോയി മറവ് ചെയ്യുന്നു. എന്തുകൊണ്ട്? ഇതൊക്കെ അവസാനിച്ചത് കൊണ്ട്. രോഗിയായി കിടക്കുമ്പോൾ നമ്മളെയും കൊണ്ടുപോയി മറവ് ചെയ്യും? ഇല്ലല്ലോ. മരിച്ചാൽ പിന്നെ മറവ് ചെയ്യാതെ വെക്കോ? അതുമില്ല. അപ്പൊ രണ്ടും വ്യത്യാസമുണ്ട്, ഉറപ്പാണല്ലോ. മരിച്ച ആളുകൾ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യവും കാണുകയില്ല, കേൾക്കുകയില്ല, അറിയുകയില്ല. അങ്ങനെ കാണും കേൾക്കുമെന്നാണെങ്കിൽ പിന്നെ മരിച്ചു എങ്ങനെ? ഇപ്പൊ ഞാൻ മരിച്ചോ ഇല്ലേ എങ്ങനെ ഉറപ്പിക്കാം? മരിച്ചാലും കാണും, മരിച്ചാലും കേൾക്കും, മരിച്ചാലും പ്രസംഗിക്കും, മരിച്ചാലും മുഖാമുഖം നടത്തുന്നതാണെങ്കിൽ ഒരാൾ പങ്ങൾ വന്നില്ല, ഇയാൾ മരിച്ച ആളാണ് പിടിച്ചോണ്ടേ മറയൂലേ? അങ്ങനെ ഒന്നില്ല. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ദീനിലില്ല. അല്ലാഹ് തിരിച്ചാ പറയും, നിങ്ങൾ വിളിച്ചു തേടിയാൽ നിങ്ങൾ തേട്ടം അവർ കേൾക്കുകയില്ല. സൂറത്ത് ഫാത്തിറിലെ 13-ാമത്തെ വചനം. സൂറത്ത് അഹ്ഖാഫിൽ വീണ്ടും പറഞ്ഞു, മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് വരെ ഉത്തരം ചെയ്യുകയില്ല. ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യുകയില്ല. അപ്പൊ ദീനിന്റെ സ്റ്റേറ്റ്മെന്റ് അതാണ്. അപ്പൊ ഉമ്മാന്റെ തൃപ്തി തേടുന്ന പോലല്ല സൈദം അതിന്റെ തൃപ്തി തേടാം. ഉമ്മ മരിച്ചതിന് ശേഷവും ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ ചെയ്യൂല, ശരിയാണ്. പക്ഷെ അത് ചെയ്താൽ ഉമ്മ അറിയും, ഉമ്മ കേൾക്കും, ഉമ്മ അവിടുന്ന് എനിക്കെതിരെ ആക്ഷൻ എടുക്കും എന്ന് വിശ്വാസത്തിലാണെങ്കിലോ അതും ശിർക്കാണ്. അപ്പൊ അതും ശിർക്കാണ്. നേരെ വെച്ചാൽ ഉമ്മയുള്ള ആദരവും ബഹുമാനവും കൊണ്ട്, ഇഷ്ടവും സ്നേഹവും കൊണ്ട് ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഉമ്മ മരിച്ചാലും നമ്മൾ ചെയ്യൂല. എന്റെ ഉമ്മക്ക് ഇഷ്ടമില്ല, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയും. അത് സ്വാഭാവികമാണ്. അത് ആരോടും ആവാം. അത് ഉമ്മ വാപ്പ എന്നൊന്നുമില്ല, സുഹൃത്തിന്റെ പേരിലാവാം. മുസ്ലിം പോലെ ഇക്കോളന്നില്ല. മുസ്ലിം പോലും ആകാൻ നമ്മുടെ ഒരു അമുസ്ലിമായ സുഹൃത്തുണ്ട്, അവനിഷ്ടമില്ലാത്ത കാര്യം ചെയ്യുമ്പോഴും അതെ അവനിഷ്ടമുണ്ടായിരുന്നില്ല എന്ന് തോന്നൽ മനസ്സിലേക്ക് വരുമല്ലോ. അപ്പൊ അതല്ലല്ലോ ഇവിടെ നടക്കുന്നത്. ഇനി ഉള്ളാൽ തങ്ങൾ ജാളത്തേക്ക് പോയിട്ട് അവിടെ സലാം പറയുമ്പോൾ, അവിടെ പോയി സങ്കടങ്ങൾ പറയുമ്പോൾ, അവിടെ പോയി രോഗം ശിഫയാകാനും ആഫിയത്ത് കിട്ടാനും മുറാദ് ഹാസിലാകാനും പറയുമ്പോൾ അദ്ദേഹം അത് കേൾക്കും, അറിയും, അദ്ദേഹം ഇടപെടും എന്നല്ലേ വിശ്വാസം? അത് അല്ലാഹ് കഴിവ് കൊടുത്തു എന്നല്ലേ വിശ്വാസം? അങ്ങനെ കഴിവ് അല്ലാഹ് കൊടുത്തിട്ടില്ല. അദ്ദേഹം അത് അറിയുന്ന പോലുമില്ല. നിങ്ങളവിടെ വന്നു എന്ന കാര്യം പോലും അറിയുന്നില്ല, വിളിച്ചത് കേൾക്കുന്നില്ല. ഇങ്ങനെ ഒരു മനുഷ്യൻ അവിടെ വന്നിട്ടുണ്ട് എന്ന് പോലും പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ മാലപ്പാട്ടുകളിൽ, മൗലീദുകളിൽ, റാത്തീബുകളിൽ, കുതുബിയ്യത്തുകളിൽ എല്ലാം പഠിപ്പിച്ച ആശയമാണത്. അത് സൂഫികൾ പരിചയപ്പെടുത്തിയ ഇസ്ലാമാണ്, നബിതങ്ങൾ പരിചയപ്പെടുത്തിയ ഇസ്ലാമല്ല. നബിതങ്ങൾ പരിചയപ്പെടുത്തിയ ഇസ്ലാമിൽ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഇല്ല. സ്വഹാബത്തെ മനസ്സിലാക്കിയ ഇസ്ലാമിൽ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഇല്ല. ഷിയാക്കളുടെ ഇസ്ലാമിൽ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, സൂഫികളുടെ ഇസ്ലാമിൽ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ത്വരീഖത്തുകാർക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഖുർആനിലോ സുന്നത്തിലോ അങ്ങനെ ഒന്നില്ല. അതുകൊണ്ട് നബിതങ്ങൾ വഫാത്തായി കിടക്കുമ്പോൾ സ്വഹാബത്തിനിടയിൽ ചർച്ച വന്നു. ചിലർ പറഞ്ഞു നബി വഫാത്തായിട്ടില്ല, ചിലർ പറഞ്ഞു അല്ല വഫാത്തായി. അഭിപ്രായ വ്യത്യാസമായല്ലോ. ആരെങ്കിലും പറഞ്ഞോ നബിയോട് ചോദിച്ചു നോക്കാം, അവിടെ ഉണ്ടല്ലോ, നബി വഫാത്തായോ ഇല്ലയോ ചോദിച്ചു നോക്കാന്ന് പറഞ്ഞോ? ഇല്ല. അബൂബക്കർ സിദ്ദീഖ് കടന്നു വരികയും
നബിതങ്ങളെ റൂമിലേക്ക് വരികയും നബിതങ്ങളെ മുഖത്ത് നിന്ന് പുതപ്പ് നീക്കുകയും ചെയ്ത് നബി വഫാത്തായി എന്ന് ഉറപ്പുവരുത്തി ആ മുഖത്ത് ചുംബിച്ചു. എന്നിട്ട് അദ്ദേഹം വന്ന് പ്രഖ്യാപിച്ചു സ്വഹാബത്തിനോട്, നിങ്ങൾ ആരെങ്കിലും പടച്ച റബ്ബിനെയാണ് ആരാധിക്കുന്നത് എങ്കിൽ ആരെങ്കിലും ആരാധിക്കുന്നത് അല്ലാഹുവിനെയാണെങ്കിൽ അവൻ ഹയ്യാണ്, മരിക്കാത്തവനാണ്. ഇനി അതല്ല നിങ്ങൾ ഇബാദത്ത് മുഹമ്മദ് നബിക്കാണോ എങ്കിൽ ആ മുഹമ്മദ് നബി ഇതാ വഫാത്തായിരിക്കുന്നു. സദീഖ് അള്ളഹാൻ പ്രഖ്യാപിച്ചതാ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്താണ്. അപ്പൊ എന്താ സദീഖ് അള്ളഹാൻ മനസ്സിലാക്കിയത്? വഫാത്തായ പിന്നെ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നല്ലേ. എന്നാ മറ്റു സാഹിബിനെ എന്താ സദീഖ് നിങ്ങൾ വഹാബിയായോ, മരിച്ചാൽ എന്താ കുഴപ്പം, മരിച്ചാലും കാണൂലേ, മരിച്ചാലും കേൾക്കൂലേ എന്നല്ലേ വരിക. നബി വഫാത്തായപ്പോ അടുത്ത ചർച്ച വന്നു, ആര് ഖലീഫയാകണം. ഒരുപാട് ചർച്ചകൾ നടന്നു. ആരെങ്കിലും പറഞ്ഞോ നബിയോട് പോയി ചോദിക്കാം എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അവര് മുഷാവറ ചെയ്തു, അവസാനം തീരുമാനിച്ചു. മറ്റൊരു ചർച്ച വന്നു, നബി തങ്ങൾ എവിടെ മറവ് ചെയ്യണം ചർച്ച വന്നു. ചിലർ പറഞ്ഞു ബക്കയിലാവാം, ചിലർ പറഞ്ഞു മക്കയിൽ കൊണ്ടുപോകാം. വ്യത്യസ്തമായ ചർച്ചകൾ വന്നു. ആരെങ്കിലും പറഞ്ഞോ നബിയോട് ചോദിച്ചു നോക്കാം, നബിയുടെ മറമാടിയിട്ട് പോലും ഇല്ല, മയ്യത്ത് വേണ്ടല്ലോ എന്ന് പറഞ്ഞോ? ഇല്ല. സുദീഖ് അദാൻ വന്നിട്ട് പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിരിക്കുന്നു, ഏത് അമ്പിയാക്കളും എവിടെയാണോ വഫാത്തായത് അവിടെയാണ് മറവ് ചെയ്യേണ്ടത്. പ്രശ്നം തീർന്നു. എത്ര വിഷയങ്ങൾ. ഒരാളും അങ്ങനെ പോയിട്ടില്ല. അതാണ് ഇമാം ശുയൂത്തി റഹിമഹുള്ളയുടെ അൽ അംറു ബിൽ ഇത്തിബാ എന്ന കിതാബിൽ അദ്ദേഹം പറഞ്ഞു, വഅന്ന സ്വഹാബത വഖദ അജ്ദബു മർറാത്തിൻ വദഹമതുഹും നവായിബു ബഅദ മൗതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹല്ലാ ജാഉ വസ്തസ്ഖൗ വസ്തഗാസു ഇൻദ ഖബ്രിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ വഫാത്തിന് ശേഷം സ്വഹാബത്തിന് ക്ഷാമമുണ്ടായി, വരൾച്ചയുണ്ടായി, വ്യത്യസ്തമായ ബുദ്ധിമുട്ടുണ്ടായി. ഒരാൾ പോലും നബിയുടെ ഖബറിങ്കൽ വന്ന് മഴയെ തേടിയില്ല, സഹായം ചോദിച്ചില്ല എന്ന് ഇമാം സുയൂത്തിയുടെ അൽ അംറു ബിൽ ഇത്തിബാ എന്ന കിതാബിൽ അദ്ദേഹം പരിചയപ്പെടുത്തി. ഇതാണ് നബി തങ്ങൾ പഠിപ്പിച്ച ദീന്. എന്ന സയ്യിദ് മദീനി തങ്ങളുടെ ഖബറടക്കം ഒട്ടുമിക്ക ദർഗകളിലും ഈ വക എല്ലാ തെറ്റായ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അവിടെ പോയി സഹായം അർത്ഥിക്കുന്നു, അത് ദുആ ആണ്, ഇസ്തിഗാസയാണ്, അത് അവര് ശിർക്കാണ്, പങ്കുചേർക്കലാണ്. അവർക്ക് വേണ്ടി നേർച്ച നേരുന്നു, അത് പാടില്ല. നേർച്ച ഇബാദത്താണ്. ഇബാദത്ത് നേർച്ച നേരുന്നുവെങ്കിൽ പടച്ച റബ്ബിന്റെ പേരിലേ പറ്റുള്ളൂ, പടപ്പിന്റെ പേരിൽ നേർച്ച നേരാൻ പാടില്ല. അതുകൊണ്ട് സത്യം ചെയ്യൽ നടക്കുന്നു, സത്യം ചെയ്യൽ ഇബാദത്താണ്. അള്ളാഹിന്റെ പേരിൽ സത്യം ചെയ്യാൻ പാടുള്ളൂ, പടപ്പിന്റെ പേരിൽ സത്യം ചെയ്യാൻ പാടില്ല, അത് ശിർക്കാണ്, ഇബാദത്താണ്. ഇങ്ങനെ തുടങ്ങി ലോകത്ത് എവിടുന്ന് വിളിച്ചാലും അവർ കേൾക്കും, അവരറിയും, അവർ കാണും. ഭാഷ പ്രശ്നമല്ല, സമയം പ്രശ്നമല്ല, ദേശം പ്രശ്നമല്ല. ഈ മുഖാമുഖമടക്കം സയ്യിദ് മദീനി തങ്ങൾ കേൾക്കുന്നല്ലേ നിങ്ങൾക്ക് വിശ്വസിക്കുന്നത്? നിങ്ങൾ വിശ്വസിക്കേണ്ടത് അത് പോലും തെറ്റായ വിശ്വാസമാണ്, അത് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞതിന്റെ ആകത്തുക. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ ആത്മാർത്ഥമായി നമ്മൾ പഠിക്കാൻ തയ്യാറായി, തെറ്റാണ് എന്ന് ബോധ്യമായാൽ അത് ഒഴിവാക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. വല്ലാഹു അഅലം. ഓക്കെ, ചോദ്യകർത്താക്കൾ ഇനിയുണ്ട്. ഇനി നിങ്ങൾക്ക് അടുത്ത റൗണ്ടിൽ തരാം, കുഴപ്പമില്ല. 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചല്ലോ. ഏതായാലും മുപ്പരിങ്ങനെ അവിടെ സുജൂദിൽ ഇങ്ങനെ വീഴുന്നതും അവിടെ തൊട്ടുമുത്തുന്നതും ഒന്നും അദ്ദേഹം കണ്ടിട്ടില്ല എന്നതായിരിക്കും. അത് നല്ല വൃത്തിയുള്ള ക്യാമറ വെച്ചാൽ ചിലപ്പോൾ അതും കാണും. കാരണം ജാറങ്ങളിൽ പലതും അങ്ങനെ ഉണ്ട്, സാധാരണക്കാര് കാര്യമല്ല. സാക്ഷാൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഉസ്താദുമാര് ജാറത്തിങ്ങൽ പോയി ഖബറാരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തുന്നതിന്റെ വീഡിയോ ദൃശ്യമാണ് കണ്ടോണ്ടിരിക്കുന്നത്. വൈലത്തൂർ തങ്ങളാണ് സുജൂദിൽ കിടക്കുന്നത്, അപ്പുറത്ത് പൊന്മള മുസ്ലിയാരാണ്. അപ്പൊ ക്യാമറ പ്രത്യക്ഷപ്പെടുന്നിടത്ത് കിട്ടും, ക്യാമറ ഉള്ളിടത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഇവിടെ ഫൈസൽ മൗലവി പറഞ്ഞു, അവരെ സംബന്ധിച്ചുള്ള അത്തരം ചിന്തകളും പ്രതീക്ഷകളും ഒക്കെ ആ ഗണത്തിൽപ്പെട്ടതാണ്. നമ്മൾ അടുത്ത ചോദ്യകർത്താവിലേക്ക് പോകുന്നു. ആയിക്കോട്ടെ, മൈക്ക് കൊടുത്തോളൂ, കുഴപ്പമില്ല, ആയിക്കോട്ടെ, മൈക്ക് കൊടുത്തോളൂ. ആ, പറഞ്ഞോളൂ. ആദ്യം പേര് പറഞ്ഞോളൂ. പേര് അബു ഷൈം എന്നാണ്. ഇപ്പോൾ അടുത്തന്നെ, അതായത് ഫൈസൽ മൗലവി ഇപ്പോൾ ഇത് പ്രസംഗിച്ച്, ആ ഫൈസൽ മൗലവി പ്രസംഗിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉത്തരം നൽകി, അതിൽ തന്നെ ഒരുപാട് ചോദ്യം ചോദിക്കാനുണ്ട്. ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, അല്ലാഹുമ്മ ലാ തജിയൽ ഖബറി വഅഥന യൂബത്, അതിൻ്റെ അർത്ഥം എൻ്റെ ഖബറിൻ്റെ ആരാധന സ്ഥലം ആക്കണ്ട എന്നാണോ, അതോ എൻ്റെ ഖബറിൻ്റെ വിഗ്രഹം ആക്കണ്ട എന്നാണോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. അതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് ചോദിക്കാം. എനിക്ക് ജസ്റ്റ് ആദ്യം അതാണ് അറിയേണ്ടത്, അത് വിഗ്രഹം ആക്കണ്ട എന്നാണോ ആരാധിക്കണ്ട എന്നാണോ? ഹദീസിൽ 2 പദവുമുണ്ട്. വസന യുഅബദ്, ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ.
അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, അല്ലാഹു എൻ്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ എന്നാണ് ഹദീസ്. നബി തങ്ങളുടെ ദുആയാണ്. ഓക്കേ, ചോദിച്ചോളൂ. വിഗ്രഹം എന്നത് ഏത് പദത്തിന്റെ അർത്ഥമാണ്? വസൻ. വസന എന്നത് വിഗ്രഹം എന്നത്. എന്നാൽ ഈ ദുആ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ലേ, സ്വീകരിച്ചു. എന്നാൽ സുന്നികൾ ചെയ്യുന്ന ഇസ്തിഗാസ എങ്ങനെയാണ് ശിർക്കാകുന്നത്? നബിയുടെ ഖബർ വിഗ്രഹമായിട്ടില്ല. അപ്പോ ഇസ്തിഗാസ ആരാധനയല്ല. ആണ്. എങ്ങനെയാണ്? നബിത്തങ്ങള് ഇത് ഖബർ വിഗ്രഹമല്ല, പക്ഷെ സുന്നികൾ ചെയ്യുന്നത് ഇസ്തിഗാസ ശിർക്കുമല്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകിയിട്ടുണ്ടോ? ഇല്ലേ, ഉണ്ട്. അപ്പൊ ഇസ്തിഗാസ തൗഹീദാണോ ശിർക്കാണോ? ശുദ്ധ ശിർക്കാണ്. ശുദ്ധ ശിർക്കാണെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന ഞാൻ തന്നെ അവിടെ പോയിട്ട് വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന് പറഞ്ഞുകൊണ്ട് ഇർതഖബതു അലൽ ഖതാ ഗൈറ അസ്രി വഅദദ് പാടിയിട്ടുണ്ട്. അപ്പൊ ആ ദുആയിന് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ അവിടെ എത്തി? ഞാൻ ചെയ്തത് ആരാധനയല്ലേ? അതാണ് സംശയം. പക്ഷെ ആരാധനയാണ്. ഏറ്റവും പെട്ടെന്ന് നിങ്ങൾ തൗബ ചെയ്യണം, ഏറ്റവും വേഗം തൗബ ചെയ്യണം. നിങ്ങൾ പറഞ്ഞുതരാം, ബാക്കിയൊക്കെ എല്ലാം പറഞ്ഞുതരാം. ഇനി ഇരിക്കും, നിങ്ങൾ കേൾക്കി. നിങ്ങൾ ചോദിച്ചാൽ മാത്രം ഉത്തരം കേൾക്കണ്ടേ? ഇപ്പൊ നിങ്ങൾ ഉടനെ തൗബ പറഞ്ഞിട്ട് ഉത്തരം പറഞ്ഞിട്ട് ഞാൻ ഉത്തരം പണ്ട് പറഞ്ഞോളി, ഉത്തരം പണ്ട് പറഞ്ഞോളി. നിങ്ങൾ കേൾക്കി, ഞാൻ പറയാം. ഉത്തരം അവിടെ ഇരിക്കുക. സുഹൃത്തെ അബൂ ഷൈം അവിടെ ഇരിക്കി, നിങ്ങൾ ഇരിക്കി. അതേ 2 മിനിറ്റ് 1, 2, 5 ഒക്കെ നിങ്ങൾ ചോദിക്കാം, തരാം. നിങ്ങൾ ഉത്തരം കേൾക്കി. എന്താ ഉത്തരം കേട്ട് പറഞ്ഞാൽ പോരെ? അപ്പോഴേക്കും മറന്നു പോവോ? ഞാൻ ഉത്തരം പറഞ്ഞിട്ട് കേട്ടോളി. നബിതങ്ങൾ ദുആ ചെയ്യുന്ന അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, എൻ്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ. നബിതങ്ങളുടെ ഖബർ അന്നു മുതൽ ഇന്നു വരെ ഒരു വിഗ്രഹമായിട്ടില്ല. അവിടെ പോയി തൊടാനും മുത്താനും തടവാനും സുജൂദ് ചെയ്യാനും തവാഫ് ചെയ്യാനും ഒന്നുമുള്ള സാഹചര്യം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ആ ഖബർ ദർഗയായി മാറിയിട്ടില്ല. നിങ്ങൾ കേൾക്കി കേട്ട് ചോദിക്കുക. നിങ്ങൾ ഇങ്ങനെയൊക്കെ കേൾക്കുള്ളൂ. ഇതിരിക്കും. ആ ഖബർ തൊട്ടുമുത്താൻ സാഹചര്യമില്ല. അതാ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്. അല്ലാഹു തആല ഈ ദുആക്ക് ഉത്തരം നൽകി. ഫഅജാബ റബ്ബുൽ ആലമീന ദുആഅഹു ഫഅഹാതഹു ബിസലാസത്തിൽ ജുദ്റാനി. നബിതങ്ങളുടെ ഈ ദുആക്ക് അല്ലാഹു തആല ഉത്തരം നൽകി. ആ ഉത്തരമാണ് എന്ത്? ആ ഖബറിനെ 3 മതിൽക്കെട്ടുകൾക്കുള്ളിൽ സംരക്ഷിച്ചു. നിങ്ങളെപ്പോലത്തെ ആളുകൾക്ക് ആ മതിലിന് പുറത്തേക്കാനേ പറ്റുള്ളൂ, ഖബറിന് ചെല്ലാൻ കഴിയില്ല. കേൾക്കി ഉത്തരം കേൾക്കി. എന്നിട്ടല്ലേ ചോദ്യം ചോദിക്കാനുള്ള ആവേശത്തിന് പകുതി ഉത്തരം കേൾക്കാനെങ്കിലും വേണം. അപ്പൊ നബിതങ്ങളുടെ ഖബറിന്റെ ഉള്ളിൽ ചെന്നുകൊണ്ട് ഇർതഖബത്ത് പാടാനും കഴിയില്ല, ആ ഖബർ തൊടാനും കഴിയില്ല, ജാറ മൂടാനും കഴിയില്ല. ഞങ്ങൾ ഇവിടെ ഉള്ളാർഗി പോയാൽ അങ്ങനെയാണോ? അല്ലല്ലോ. ജാറ മൂടാൻ പറ്റും, വെളുക്കെത്തിക്കാൻ പറ്റും, തൊട്ടുമുത്താൻ പറ്റും, തടവാൻ പറ്റും. അവിടെ അതൊന്നുമില്ല. അത് ഇന്ന് മാത്രമല്ല, ഒരു കാലത്തുമില്ല. അത് വഹാബികളായതുകൊണ്ട് മാത്രമല്ല, സ്വഹാബികളുടെ കാലത്ത് അങ്ങനത്തെ ഒരു കാലത്തും അത് പറ്റിയിട്ടില്ല. അതാണ് അല്ലാഹു ദുആക്ക് ഉത്തരം കൊടുത്തത്. പിന്നെ ആളുകൾ ലോകത്തെ പല ഭാഗത്തും നബി ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടാവും. അത് സമ്മതിക്കരുത് റബ്ബേ എന്ന് നബി ദുആ ചെയ്തിട്ടില്ല. നബി ദുആ ചെയ്ത എൻ്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കേണ്ടതാണ്. ആ ദുആക്ക് ഉത്തരം കൊടുത്തു. ആ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമായിട്ടില്ല. എന്നാൽ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഉസ്താദുമാരെ കെണിയിൽ പെട്ടുകൊണ്ട് ലോകത്ത് പല ഭാഗത്തു നിന്നും നബിയെ വിളിക്കുന്നുണ്ടാകാം, സ്വഹാബിനെ വിളിക്കുന്നുണ്ടാകാം, പലരെയും വിളിക്കുന്നുണ്ടാവാം. അത് റബ്ബേ നീ ഇല്ലാതാക്കണേ എന്ന് ദുആ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ നബി ദുആ ചെയ്തിട്ടില്ല. നബി ദുആ ചെയ്തെന്താ? ലാ തജ്അൽ ഖബ്രി, എൻ്റെ ഖബറിനെ വസനാക്കരുതേ. ആ ഖബർ വസനായിട്ടില്ല. സ്വഹാബികളുടെ കാലത്തുമില്ല, താബീങ്ങളുടെ കാലത്തുമില്ല, തബഉ താബികളുടെ കാലത്തുമില്ല. 1400 കൊല്ലമായിട്ട് ആ ഖബർ ഇങ്ങനെ ഒരാൾക്കും ചെല്ലാനും ആ ഖബർ തടവാനും ആ ഖബർ മുത്താനും ആ ഖബറിന് ജാറം മൂടാനും ഒന്നും പറ്റാത്ത വിധം അല്ലാഹു തആല ഖബറിനെ സംരക്ഷിച്ചത് ഈ ദുആഇന് ഉത്തരമാണ് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് വ്യക്തമാക്കുന്നു. ഇനി ചോദിച്ചോളൂ. കൊടുത്തോളൂ. ഇസ്തിഗാസ ഷിർക്കാണോ തൗഹീദാണോ? ഷിർക്കാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ഇരുന്നത് എന്ന് എൻ്റെ ഖബറിന്റെ ആരാധന സ്ഥലക്കാണ്. ഈ ശിർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് ഇസ്തിഗാസ ആരാധനയാണ്, അതുകൊണ്ടാണ് അത് ശിർക്ക് എന്നല്ലേ? എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും എത്ര ഉണ്ട്, അകലെ എത്രയുണ്ട്, ദൂരം എത്രയുണ്ട് എന്ന് പരിധി വെച്ചിട്ടല്ലല്ലോ നമ്മൾ ഇത് തീരുമാനിക്കേണ്ടത്. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ പോയിട്ടുണ്ട്,
പോയിട്ട് ആ ഖബറിന്റെ തൊട്ടടുത്ത്, അതായത് എല്ലാ സ്ഥലത്തും മദനീത്തങ്ങളെ ഖബറുണ്ടായതുപോലെ സൗദിയിൽ ഉണ്ടാവാനൊന്നുമില്ല, പക്ഷേ എന്റെ ഖബർ ആരാധന സ്ഥലമാക്കണ്ട എന്ന് ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടല്ലേ. എന്തുകൊണ്ട് ഞങ്ങൾ എത്തി? ഞാൻ അവിടുത്തെ മതിൽ ചുമല് തൊട്ടിട്ടും മുറ്റിത്തുമുണ്ട്, അവിടെ വലവാനവും ഇല്ലലവും അംഫുസും ആയത്ത് ഓതിയിട്ടുണ്ട്, ഇർത്തകബത്തും പാടിയിട്ടുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഞാൻ എങ്ങനെ എത്തി? പിന്നെ നിങ്ങൾ പറഞ്ഞു ഈ സമൂഹം, ഇവരോട് കൂടുന്ന സമൂഹം എല്ലാവരും മനസ്സിലാക്കണം, ഞാൻ അവിടെ പോയി ചെയ്തത് ഷിർക്കാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു തൗബ ചെയ്യണം. ഷിർക്ക് ചെയ്തവൻ തൗബ ചെയ്യേണ്ടതാണോ അതോ ഷഹാദത്ത് പറയേണ്ടതാണോ? അത് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ചെറിയ ബേജാറുണ്ട്. തൗബ ചെയ്താൽ മതി, ഒരു മുസ്ലിം തൗബ ചെയ്താലും മതി. ഇന്നല്ലാഹ യഗ്ഫിർ, നീ കേൾക്കി, നിങ്ങളെന്താ ഉത്തരം കേൾക്കാത്തത്? ഇന്നല്ലാഹ യഗ്ഫിർ ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കും. ശിർക്ക് ചെയ്താലും ഒരു മുസ്ലിം ശിർക്ക് ചെയ്താൽ, അവൻ തൗബ ചെയ്താൽ അല്ലാഹു തആല പൊറുക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ തൗബ ചെയ്യുക. ഏതായിരുന്നാലും അൽഹംദുലില്ലാ. അപ്പൊ ഏതായാലും നിങ്ങൾ ഖബറിന് അവിടെ ചെന്നു, പക്ഷെ 3 ചുമതിന്റെ അപ്പുറത്തേ എത്താൻ കഴിയുള്ളൂ. ഖബറിന് ചെല്ലാൻ കഴിയില്ല. നബിതങ്ങളുടെ ഖബർ കഴിഞ്ഞിട്ട് ഒരു ചുമര്, അത് കഴിഞ്ഞ് മറ്റൊരു ചുമര്, അത് കഴിഞ്ഞ് മറ്റൊരു ചുമര്, അവിടെ എത്തും, അതിനപ്പുറത്തേക്ക് എത്തൂല. അതാണ് ദുആക്കുള്ള ഉത്തരം. ആ ദുആ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് മദിയനത്തെ ഖബർ ഉണ്ടാവില്ല. അതൊക്കെ പല സ്ഥലത്തും വാരി കൊണ്ടിട്ടുണ്ടാവും. ആ മണ്ണും, എന്നിട്ട് ഇവിടെ മണ്ണും പൊടിയൊക്കെ കോഴിക്കോട് എത്തിപ്പോ. ഇങ്ങനെയൊക്കെ കേൾക്കി, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും മദിയനത്തെ പൊടി ഇപ്പൊ കോഴിക്കോടുണ്ട്. അപ്പൊ ഈ ദുആ കൂടെ ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? അപ്പൊ ആ ദുആക്കുള്ള ഉത്തരമാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ ഫഅഹാതഹു ബിസലാസത്തിൽ ജുദ്റാനി, 3 ജിദാറുകൾ, 3 ചുമരുകൾ കൊണ്ട് അല്ലാഹു തആല ആ ഖബറിനെ സംരക്ഷിച്ചു. എന്തിന്? ദുആക്കുള്ള ഉത്തരം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി തങ്ങൾ വഫാത്താകാൻ കിടക്കുമ്പോൾ അവസാന ദിവസങ്ങളിൽ, നബി തങ്ങൾക്ക് രോഗം ആരംഭിച്ചത് സഫർ മാസം 30-നാണ്, വഫാത്തായത് റബീഉൽ അവ്വൽ 12-നാണ്. 13 ദിവസമാണ് നബി തങ്ങൾ രോഗിയായി കഴിഞ്ഞത്. നബി തങ്ങൾ രോഗിയായി കിടക്കുന്ന അവസാന ദിവസങ്ങളിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് നബി തങ്ങൾ കിടന്നത്. അന്ന് ആയിഷ ബീവി പറയാണ്, നബി തങ്ങൾക്ക് ഒരു പുതപ്പ് കൊണ്ട് ഞങ്ങൾ പുതച്ചു കൊടുത്തിട്ടുണ്ട്. നബി തങ്ങളുടെ ബോധം നഷ്ടപ്പെടുന്നു. തൊട്ടടുത്തൊരു പാത്രത്തിന് വെള്ളം വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ആ വെള്ളത്തിൽ കൈമുക്കിക്കൊണ്ട് മുഖം ഇങ്ങനെ തടവും. ഇടയ്ക്ക് ബോധം വരും, ഇടയ്ക്ക് ബോധം പോകും, വീണ്ടും ബോധം വരും, വീണ്ടും ബോധം തരും. ആ ഒരു അവസ്ഥയിൽ നബി തങ്ങൾ പറഞ്ഞു, ബോധം വരുന്നു പോകുന്നു. അതിനിടയിൽ ഒരിക്കൽ ബോധം വന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ, യഹൂദി നസ്വാറാക്കൾക്ക് റബ്ബിന്റെ ശാപമുണ്ട്. കാരണം ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അംബിയാക്കളുടെ ഖബറുകളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റിയതിനാൽ റബ്ബിന്റെ ശാപമുണ്ട് എന്ന് നബി തങ്ങൾ ആ സമയത്ത് പറഞ്ഞു. എന്നിട്ട് ആയിഷ ബീവി പറയാണ്, എന്തിനാണ് നബി തങ്ങൾ ഇപ്പത് പറയുന്നത്? യുഹദ്ദിറു മാ സ്വനഉ, അവർ ചെയ്തതുപോലുള്ള കാര്യം ഈ ഉമ്മത്ത് ചെയ്യാതിരിക്കാൻ നബി തങ്ങൾ വാണിംഗ് കൊടുക്കുകയാണ്. അന്ന് നബി അത് പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ, വഫാത്തിന്റെ സമയത്ത് നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ നബിയുടെ ഖബർ പുറത്തെവിടെങ്കിലും ആകുമായിരുന്നു, വീട്ടിലാക്കാതെ പുറത്തെവിടെങ്കിലും മറവ് ചെയ്യുമായിരുന്നു. പക്ഷേ പുറത്തെവിടെങ്കിലും ആയിക്കഴിഞ്ഞാൽ അതും ഒരു മസ്ജിദായി മാറുമോ, അതും സുജൂദിന്റെ കേന്ദ്രമായി മാറുമോ, ആരാധനാ കേന്ദ്രമായി മാറുമോ എന്ന് ഭയപ്പെട്ടതിനാൽ ആ ഖബർ ഞങ്ങളെ പുറത്തേക്കാക്കിയില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. അപ്പൊ നബി തങ്ങളുടെ ഖബർ നിങ്ങൾക്കെന്നല്ല ഒരാൾക്കും അതിന് ഉള്ളിൽ കയറാൻ ചാൻസ് ഇല്ല, അവിടെ തൊടാനും മുത്താനും ചാൻസ് ഇല്ല. നിങ്ങൾ തൊട്ടു പറഞ്ഞ മതില് നബിന്റെ ഖബറല്ല. നിങ്ങൾ പറഞ്ഞു ഞാൻ അവിടെ മുത്തി തൊട്ടു, നബിന്റെ ഖബറല്ല. സമാധാനത്തിൽ തൊട്ടു പോയാൽ പോലീസിനെ കാണാത്തോണ്ടാ, അത് വേറെ കാര്യം. അപ്പൊ നബിയുടെ ഖബറല്ലത്. നബിയുടെ ഖബർ കഴിഞ്ഞ് ഒരു മതില്, പിന്നെ രണ്ടാമതൊരു മതില്, പിന്നെ മൂന്നാമതൊരു മതില്. ആ മൂന്നാമത്തെ മതാണ് ആ ഗ്രില്ലിട്ട നെറ്റുള്ള ഭാഗം. അവിടെയാണ് കയറി വന്നാൽ തൊടാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇനി 2 മതിൽ പൊളിച്ചിട്ട് വേണം ഖബറിലേക്ക് എത്താൻ. അപ്പൊ ആ 3 മതിലുകളാണ് ആ ദുആക്കുള്ള ഉത്തരം. പിന്നെ ശിർക്ക് ഒരാൾ ലോകത്ത് ചെയ്യും, അത് നബി തങ്ങൾ തന്നെ പറഞ്ഞു. നബി തങ്ങൾ തന്നെ പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ ചില ആളുകൾ ശിർക്കിൽ വരും, മുസ്ലിങ്ങളൊപ്പം ചേരും. നബി തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. നബി ആകെ പഠിപ്പിച്ച ഈ ഹദീസ് മാത്രമല്ലല്ലോ, നബി ധാരാളം ഹദീസ് പഠിപ്പിച്ചു. മറ്റു ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു, ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് ഉണ്ടാവുകയില്ല ഹത്താ തൽഹഖ ഖബാഇലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എന്റെ ഉമ്മത്തിലെ ചില കബീലകൾ, ചില ഗോത്രങ്ങൾ, ചില വിഭാഗങ്ങൾ മുസ്ലിക്കീങ്ങളോട് ചേർന്നിട്ടല്ലാതെ ഖിയാമത്ത് സംഭവിക്കുകയില്ല.
അതേപോലെ എൻ്റെ ഉമ്മത്തിൽ വിഗ്രഹങ്ങൾ വീണ്ടും ആരാധിക്കപ്പെടും, എന്നിട്ടേ ഖിയാമത്തുണ്ടാവുകയുള്ളൂ എന്നൊക്കെ നബി തങ്ങൾ തന്നെ പഠിപ്പിച്ചു. അപ്പൊ ആ പഠിപ്പിച്ചതാണ് ഈ കാണുന്നൊക്കെയും. എന്നാൽ മറ്റേ ദുആന്റെ ഉത്തരമാണ് 3 ചുമരുകൾ കൊണ്ട് അത് സംരക്ഷിക്കപ്പെട്ടത്. വല്ലാഹു അഅലം. ഇനി ചോദിച്ചോളൂ. കൊടുത്തോളൂ. അതായത് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്ര പരിധിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുത്ത് നിന്ന് ചെയ്താലേ അത് ശിർക്കാണ്. അപ്പൊ ഇപ്പോ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ശിർക്കാണ്. അതിങ്ങനെ അടുത്ത് പോയാലേ ശിർക്കാണ്. നിങ്ങൾ കേൾക്കുന്നില്ല. ഞാൻ കേൾക്കുന്നുണ്ട്. 3 ചുമൽ അങ്ങനെയുണ്ടോ? ഏത് ഹദീസിലാണ് അങ്ങനെയുള്ളത്? 3 ചുമലിന്റെ ശേഷമാണ് ഇസ്തിഗാസ ചെയ്താൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലേ, അത് ഉത്തരം കേട്ടില്ല. അല്ല, സ്വസ്ഥമായി കേൾക്കി, ഒക്കെ എടുത്ത് സ്വസ്ഥമായി കേൾക്കി, തുറന്ന മനസ്സോടെ കേൾക്കി. നിങ്ങൾ ഈ സ്വന്തം ചോദിക്കരുത്, ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. നിങ്ങൾ കേൾക്കാത്തതുകൊണ്ടാണ്. ഇസ്തിഗാസ അല്ലാഹു അല്ലാത്ത ആരോട് നിങ്ങൾ എവിടുന്ന് ചെയ്താലും ശിർക്കാണ്. ഇനി ചുമരൊന്നും വേണ്ട, ഒരൊറ്റ ചുമരും വേണ്ട. നേരെ മുന്നിൽ പോയി കയ്യും പിടിച്ച് മുഖത്ത് നോക്കിയിട്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് പറയാണ്, എനിക്ക് ഹിദായത്ത് നൽകണേ, മഴ നൽകണേ, മുറാദ് ഹാസിലാക്കണേ, രോഗം ശിഫയാക്കണേ എന്ന് ഇപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ അത് ശിർക്ക്. ഒരു ചുമരും ഇല്ലല്ലോ, അത് ശിർക്ക് തന്നെയാണ്. ചുമരല്ല ശിർക്ക് തീരുമാനിക്കുന്നത്, അഖീദയാണ്. റബ്ബിന് കൊടുക്കേണ്ടത് പടപ്പിന് കൊടുത്താൽ ശിർക്കായി. റബ്ബിനോട് തേടേണ്ട തേട്ടം പടപ്പിനോട് തേടിയ ശിർക്കായി. അത് നബിയാവട്ടെ, വലിയാവട്ടെ, ജിന്നാവട്ടെ, മലക്കാവട്ടെ, ഏത് പടപ്പാവട്ടെ, അത് ശിർക്കാണ്. പിന്നെ ഞാൻ അതിനെ വീണ്ടും ചോദിക്കും. നിങ്ങൾ ഇരിക്കേ, നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഒന്നും വിട്ടിട്ടില്ലല്ലോ, നിങ്ങൾ ഉത്തരം കേൾക്കി. നിങ്ങൾ പിന്നെയും ചോദിക്കും, അപ്പൊ ചുമര എവിടെ? ചുമരിഞ്ഞ് പൊളിച്ചാലും ശിർക്ക് പോവില്ല. ആ 3 ചുമരും പൊളിച്ചു വിചാരിക്കാം, എന്നാലും ശിർക്ക് തന്നെയാണ്. അതാ നിങ്ങൾ കേട്ടിട്ടില്ല, അതാ നിങ്ങൾ കേട്ടിട്ടില്ല. നബി തങ്ങളുടെ ദുആ എന്താണ്? എന്നെ ആരാധിക്കരുതേ എന്നല്ല, എന്റെ ഉമ്മത്തിന് ശിർക്കുണ്ടാവരുതേ എന്നല്ല. അങ്ങനൊന്നും നബി ദുആ ചെയ്തിട്ടില്ല. പടച്ചോനെ എന്റെ ഉമ്മത്തിന് ശിർക്കുണ്ടാവരുതേ എന്ന് ദുആ ചെയ്താൽ ഈ ചോദ്യം ന്യായമാണ്. പടച്ചോനെ ഒരാളും എന്നെ വിളിച്ച് പ്രാർത്ഥിക്കരുതേ എന്ന് നബി ദുആ ചെയ്തിട്ടുണ്ടോ? ഇല്ല. നബി ദുആ ചെയ്തെന്താണ്? എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ റബ്ബേ. ആ ദുആക്ക് ഉത്തരം കിട്ടിയോ? കിട്ടി. അതാണ് എന്ത്? 3 ചുമരുകൾ. ഏത്? ഖബർ വിഗ്രഹമാകാതിരിക്കാനാണ് 3 ചുമര്. ഇസ്തിഗാസ ചെയ്യാതിരിക്കാനല്ല. ഇസ്തിഗാസക്ക് എന്ത് ചുമര്? ഖബർ വിഗ്രഹമാകാതിരിക്കാനാണ് 3 ചുമർ. ഇനി ഇൻ കേസ് ഭാവിയിലെങ്ങാനും ഇതൊക്കെ പോയി ആ ചുമരൊക്കെ പൊളിച്ചു വിചാരിക്കാം, ആ ചുമരൊക്കെ പൊളിച്ചു എല്ലാവരും പോയിക്കാണ് അവിടെ ജാറ മൂടലും മുത്തലൊക്കെ തുടങ്ങിയെന്ന് വിചാരിക്കാം. എന്നാലോ ആ ദുആ സ്വീകരിക്കപ്പെട്ടില്ല എന്ന് പറയേണ്ടി വരും. ഇതുവരെ സ്വീകരിക്കപ്പെട്ടു. നബിന്റെ എല്ലാ ദുആയും സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. നബിതങ്ങളുടെ എല്ലാ എന്താ ആവേശം! നബിതങ്ങളുടെ എല്ലാ ദുആക്കും ഉത്തരം കിട്ടിയിട്ടില്ല. നബിതങ്ങൾ തന്നെ ഉമ്മത്തിന് വേണ്ടി 3 കാര്യം പ്രാർത്ഥിച്ചു. നബിതങ്ങൾ തന്നെ പറഞ്ഞു, അല്ല 2 എണ്ണം തന്നു, 1 തന്നില്ല. എന്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ 3 കാര്യത്തിന് പ്രാർത്ഥിച്ചു, എനിക്ക് 2 എണ്ണം അല്ല തന്നു, 1 തന്നില്ല. ഏതാ തരാത്തത്? എന്റെ ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാവരുതേ റബ്ബേ എന്ന് നബി ദുആ ചെയ്തിട്ടുണ്ട്. എന്റെ ഉമ്മത്ത് ഭിന്നിക്കരുത് ദുആ ചെയ്തു, പക്ഷെ റബ്ബ് എനിക്ക് തന്നില്ല. ആ ദുആ അല്ലാഹ് അംഗീകരിച്ചില്ല. നബിതങ്ങൾ തന്നെ പറഞ്ഞതാണ്. അപ്പൊ നബിതങ്ങളുടെ എല്ലാ ദുആക്കും ഉത്തരം കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്തു, അല്ലാഹ് പറഞ്ഞു പറ്റൂല, അത് ഓർക്കാനേ പറ്റൂല, ആ ദുആയിൽ മാതൃകയില്ല എന്ന് പറഞ്ഞു. നൂഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകന് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലാഹ് പറഞ്ഞു ഇല്ല, ഉത്തരമില്ല. ഇനി അഇദുക അൻ തകൂന മിനൽ ജാഹിരീൻ, ഇനി ഈ വക ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന് അല്ലാഹ് തിരുത്തി കൊടുത്തു. എന്നാൽ ഈ ദുആക്ക് ഇതുവരെയും ഉത്തരം കിട്ടിയിട്ടുണ്ട്. നബി തങ്ങളുടെ കാലം മുതൽ ഇന്നുവരെയും ഈ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഏത് ദുആക്ക്? ഖബർ വിഗ്രഹമാക്കരുതേ എന്ന ദുആക്ക് ഉത്തരമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കും ഖബറിന്റെ ഉള്ളിലേക്ക് അടക്കാൻ പറ്റാതെ പോയത്, ആ ഖബറിൽ പോയി ജാറം മൂടാൻ പറ്റാതെ പോയത്, ആ ഖബറിനെ വെളുക്കെത്തിക്കാൻ പറ്റാതെ പോയത്, ആ ഖബർ തൊട്ടുമുത്താൻ കഴിയാതെ പോയത് ആ ദുആക്കുള്ള ഉത്തരമാണ്. എന്നാൽ ലോകത്ത് പലയിടത്തും ആളുകൾ നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. അത് എവിടുന്ന് വിളിച്ചാലും, മദീനത്ത് പോയാലും, ഖബറിനെ ചെന്നാലും, ഇവിടുന്ന് വിളിച്ചാലും എല്ലാം ശിർക്ക് തന്നെയാണ്. അത് ഉണ്ടാകരുതേ എന്ന് നബി ദുആ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അത് ദുആ ചെയ്തിട്ടില്ല. ദുആ ചെയ്തത് ഖബറിന്റെ വിഷയത്തിലാണ്. അത് അല്ലാഹു തആല ഇതുവരെയും നമുക്ക് ഉത്തരം ഏകിയിട്ടുമുണ്ട്. അല്ലാഹു അക്ബർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യകർത്താവിന് നിങ്ങൾക്കുള്ളതായി. ഇനി അവിടെ ഒരുപാട് ആൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത റൗണ്ടിൽ പോയിരുന്നോളൂ, സമയം ഉണ്ടെങ്കിൽ തരും. 9:10 പോയിരുന്നോളൂ. എല്ലാ ചോദ്യത്തിനും ഉള്ള ഉത്തരം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ചോദ്യകർത്താവിന് വരാം. അടുത്ത ചോദ്യകർത്താവിന് വരാം. ചോദ്യകർത്താവിന് അടുത്ത ആൾക്ക് വരാം. വന്നോളൂ. ഒരു ആളോട് അവിടെ
സഹോദര ഒരു മിനിറ്റ് നിങ്ങൾക്ക് ഇനി ഇതാ ഈ രണ്ട് ഉസ്താദ്മാർ ചോദിച്ചാൽ നിങ്ങൾക്ക് ചാൻസ് തരും ഇൻഷാ അല്ലാഹ്. പൊന്നു സഹോദര, പൊന്നു ഹബീബ് നിങ്ങളവിടെ ഇരിക്കി, യാ ഹബീബ് നിങ്ങളവിടെ ഇരിക്കി. ഈ രണ്ട് ഉസ്താദ്മാർ നിങ്ങളൊക്കെ അത് ഏതായാലും വിവരമുണ്ടല്ലോ ഉസ്താദ്മാർക്ക്. ഉസ്താദ്മാർ നമ്മൾ മുട്ടുമുട്ടിക്കാൻ വന്നതാണ്, നിങ്ങൾ ഓല എടുക്കാറാക്കല്ലേ. ആ ഉസ്താദ്മാർ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദു. ഇതിന്റെ വിശദീകരണം മഹാൻ ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ആ വാചകം ശരിക്കും ശ്രദ്ധിക്കാം. എന്താണ് അൽ വസനു അസ്സനമു? വസൻ എന്ന് പറഞ്ഞാൽ സ്വനം എന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലാ തജ്അൽ ഖബരി സനമൻ, എന്റെ ഖബർ സനമാക്കരുതെന്ന് പറഞ്ഞാൽ യുസല്ലാ ഇലൈഹി വയുസ്ജദു നഹ്വഹു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അതൊരു നിസ്കരിക്കുന്ന കേന്ദ്രമാക്കി മാറ്റുക, അതല്ലെങ്കിൽ അതിന്റെ പേര് സുജൂദ് ചെയ്യുന്ന കേന്ദ്രമാക്കുക. മറ്റേ വൈലുത്തുരുത്തങ്ങളെ ക്ലിപ്പ് ഒന്നുകൂടി കൊടുത്തണം അവിടെ അത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. എന്താണ് ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വയുസ്ജദു നഹ്വഹു, ആ ഖബറിന്റെ നേരെ സുജൂദ് ചെയ്യപ്പെടുന്ന രീതി, ഈ പറയുന്ന രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന രീതി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കൽ 14 നൂറ്റാണ്ടുകൾ റസൂലുള്ളാഹി മരിച്ച അന്ന് മുതൽ ഇന്ന് വരെ പ്രവാചകന്റെ ഖബറിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ഒരവസ്ഥ ഇല്ലാതെ അള്ളാഹു സൂക്ഷിച്ചിട്ടുണ്ട്. അതാണ് മഹാനായ ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി പറയാൻ, വയുസ്ജദു ലഹു വയുസ്ജദു നഹ്വഹു, ആ പ്രവാചകന്റെ ഖബറിന്റെ നേരെ സുജൂദ് ചെയ്യപ്പെടുന്ന അവസ്ഥ അത് നമ്മുടെ നാട്ടിലെ ഖബറുകൾക്ക് നേരെയുണ്ടെങ്കിൽ മുത്തുനബിയുടെ ഖബറിന്റെ നേരെ അതില്ലാതെ അള്ളാഹു 14 നൂറ്റാണ്ടായി അതിന്റെ അടുത്തേക്ക് ഒരു മനുഷ്യനെ പോലും അടുപ്പിക്കാതെ ബിസലാസത്തിൽ ജുദറാനി, മൂന്ന് മതിലുകളെ കൊണ്ട് അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാൻ, യുഹദ്ദിറു അസ്ഹാബഹു, ഇത് ആവേശം മാത്രം പോരാ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ഈ ആവേശമൊക്കെ നല്ലതാണ്, പക്ഷെ ഇമാമിയങ്ങൾ എന്തു പറഞ്ഞു നിങ്ങൾ ആലോചിക്കണം. നമ്മളെക്കാൾ വിവരമുള്ള, നമ്മളെക്കാൾ പാണ്ഡിത്യമുള്ള, നമ്മളെക്കാൾ ദീനറിയുന്ന, നമ്മളെക്കാൾ പടച്ചവനെ പേടിക്കുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിച്ച് പറയാൻ, യുഹദ്ദിറു അസ്ഹാബഹു, എന്തുകൊണ്ടാണ് പ്രവാചകൻ ഈ ഹദീസ് പറഞ്ഞത്? തന്റെ അസ്ഹാബുമാരെ താക്കീത് കൊടുക്കുകയാണ്. വസായിറ ഉമ്മത്തി മിൻ സൂഇ സനീഇൽ ഉമ്മി ഖബ്ലഹും, തന്റെ മുമ്പ് കഴിഞ്ഞു പോയ ജൂതനസ്രാനികൾ അവരുടെ ഖബർ, അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറിന്റെ അടുത്ത് ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യരുതേ. അല്ലദീന സല്ലു ഫീ ഖുബൂരി അംബിയാഹിം വത്തഖദൂഹാ ഖിബ്ലതൻ വമസ്ജിദൻ കമാ സനഅത്തിൽ വസനിയതു ബിൽ ഔസാനി ലത്തി കാനൂ യസ്ജുദൂന ഇലൈഹാ വയുഅള്ളിമൂനഹാ, വിഗ്രഹാരാധകന്മാർ വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയിക്കൊണ്ട് സുജൂദ് ചെയ്യാറുണ്ട്, അതിനെ ആദരിക്കാറുണ്ട്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുകളെ ജൂതനസ്രാനികൾ അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കിയതുപോലെ നിങ്ങൾ എന്റെ ഖബറിനെ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കരുത്. വദാലിക ശിർകുൽ അക്ബർ, ഇത് വലിയ ശിർക്കാണ്. ഇതാരാ പറയുന്നത്? മഹാന ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖ്ബിറുഹും ബിമാ ദാലിക മിൻ സഖ്തില്ലാഹി വഗളബിഹി, ഇത് പ്രവാചകൻ അറിയിച്ചു, കാര്യം ഇത് അല്ലാഹുവിന്റെ കോപമുള്ള കാര്യമാണ്. അത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. എന്തുകൊണ്ടാണ് പ്രവാചകൻ മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ പോലും ഈ ഒരു കാര്യം ഗൗരവത്തിൽ പറഞ്ഞത്? എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ജൂതനസ്രാനികൾ അവരുടെ അമ്പിയാക്കന്മാരെ ഖബർ സുജൂദിന്റെ കേന്ദ്രമാക്കിയതുപോലെ എന്റെ ഉമ്മത്തി എന്റെ ഖബറിനെ സുജൂദിന്റെ കേന്ദ്രമാക്കും, മസ്ജിദാക്കി മാറ്റുമെന്ന് റസൂലുള്ളാഹിക്ക് പേടിയുണ്ട്. മാത്രമല്ല, കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിച്ചെന്താണ്? വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബു മുഖാലഫത അഹ്ലിൽ കിതാബി വസാഇൽ കുഫാർ വകാന യഖാഫു അലാ ഉമ്മത്തിഹി ഇത്തിബാഅഹും. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് പേടിയുണ്ട് എന്റെ ഉമ്മത്ത് ജൂതനസ്രാനികൾ ചെയ്തതുപോലെ ചെയ്യുമെന്ന്. കാരണം പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ലതത്തബിഅന്ന സനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്റിൻ ഹദ്വൻ നഅൽ ബിന്നഅലി എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിന്റെ ഖബർ സുജൂദ് ചെയ്യപ്പെടുന്ന കേന്ദ്രമായിട്ടില്ല, ആരാധിക്കപ്പെടുന്ന കേന്ദ്രമായിട്ടില്ല, അത് അല്ലാഹു സംരക്ഷിച്ചിട്ടുണ്ട്. അതേ സമയത്ത് ആ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പോക്കിരിത്തരങ്ങൾ കാണിച്ചാൽ അതൊന്നും റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയ്ക്ക് എതിരല്ല, അത് സംരക്ഷിക്കുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്നല്ല പ്രവാചകൻ പറഞ്ഞത്. എന്റെ ഖബറിനെ, അതും ജൂതനസ്രാനികളെ ചൂണ്ടിക്കൊണ്ടാണ് പറഞ്ഞത്, അതുപോലെ നിങ്ങൾ ചെയ്യരുത്. അതുപോലെ ചെയ്യാനുള്ള അവസരം
റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ ഇല്ല. സയ്യിദ് മദീന്റെ ഖബറിന്റെ അടുക്കൽ ഉണ്ടാകും, മമ്പറത്തുണ്ടാകും, ഉള്ളാളുണ്ടാകും, അതുപോലെ നാഗൂർ ഉണ്ടാകും, അജ്മീർ ഉണ്ടാകും. പക്ഷെ മുത്തുനബിയുടെ ഖബറിന്റെ അടുക്കൽ ഇല്ല. അത് അള്ളാഹുവിന്റെ വഖദ് അജാബ ദുആഹു, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയത് കൊണ്ട് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് വിഷയത്തിലുള്ളത്. വാശിയും വക്കാണും ഒക്കെ നല്ലതാണെങ്കിലും നമ്മുടെ പരലോകം നമ്മൾ മറക്കരുതെന്ന് കൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഓക്കെ, ആ വിഷയം കൂടുതൽ ഒന്ന് വീഡിയോ ഇറങ്ങിയതിന്റെ ശേഷം സ്വസ്ഥമായിട്ട് ചോദിച്ച ചോദ്യകർത്താവും അനുബന്ധം പറഞ്ഞ ആളുകളൊക്കെ ഒന്നുകൂടി സ്വസ്ഥമായി കേട്ടാൽ ക്ലാരിറ്റി ഉണ്ടാകും. ഇതിൽ സ്വാഭാവികമായും മുഖാമുഖത്തിനൊരു ക്രമോര രീതി ഉണ്ടാകും. അതെന്റെ സുഹൃത്ത് പാലിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാനതാ പറഞ്ഞ നിങ്ങളോട് പറഞ്ഞ് വീഡിയോ നിങ്ങൾ രണ്ടാമത് കാണുക, എന്നിട്ട് അടുത്തൊരു പരിപാടി, അടുത്തൊരു മുഖാമുഖ സ്ഥലത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വരിക, ചോദിക്കുക. ഇതാ അടുത്ത ഉസ്താദ് വന്നിട്ടുണ്ട്, ഉസ്താദിനെ മൈക്ക് കൊടുക്കും. പേര് പറഞ്ഞു തുടങ്ങി. എൻ്റെ പേര് യൂസഫ് ഇരിട്ടി. ഇവിടെ ഫൈസൽ മൗലവിയൊക്കെ വഹാബി ആശയം നല്ലോണം തകർത്തി പറയുന്നുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം വേറെയാണ്. അപ്പോൾ ഫൈസൽ മതി പറഞ്ഞുകൊണ്ട് പറയാം. പിന്നെ മയ്യത്ത് മരിച്ച ആൾ കേൾക്കും എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ്. ഫൈസൽ മൗലവി എപ്പോഴും എല്ലാ മുഖാമുഖത്തിലും പറയുന്നതാണ്. എന്നാൽ പരിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ല, ഇബ്നു തൈമിയുടെ ശിഷ്യൻ, ഇബ്നു തൈമിയുടെ മരണപ്പെട്ടവരോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് ലോകത്ത് ആദ്യമായി ഉദ്ധരിച്ച ഒരു പണ്ഡിതൻ ഇബ്നു തൈമിയ. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് പറയുന്നത്, വസ്സലഫു മുജ്മിഊന അലാ ഹാദാ, മരണപ്പെട്ടവർ ഖബറിൻ്റെ അടുത്ത് പോയി അവരോട് സലാം പറയുന്നതും അവരോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറയുന്നതും എൻ്റെ രോഗം ശിഫിയാകാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യണേ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അതവർ കേൾക്കും എന്നതിൽ ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് രണ്ടഭിപ്രായമില്ല. വസ്സലഫു മുജ്മിഊന അലാ ഹാദാ, മുൻകഴിഞ്ഞ പണ്ഡിതന്മാർ മുഴുവനും ഇത് ഏക അഭിപ്രായക്കാരാണ്, മരണപ്പെട്ടവർ കേൾക്കും എന്ന വിഷയത്തിൽ. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, മരിച്ചവരെ സിയാറത്ത് ചെയ്യുമ്പോൾ അത് അവർ അറിയുന്നുണ്ട് എന്നതും അവർ നമ്മെ കൊണ്ട് സന്തോഷിക്കുന്ന വിഷയവും അത് അസറുകളിൽ ഹദീസുകളിലും ബഹുമാനപ്പെട്ട സ്വഹാബികളുടെ വാക്കുകളിലും അത് സ്ഥിരപ്പെട്ട കാര്യമാണ് എന്ന് പേജുകളോടും തുടർന്ന് പറയുന്നുണ്ട്. ഫൈസൽ മൗലവി വായിക്കാൻ സമ്മതം തരുമെങ്കിൽ ഞാൻ ഫുള്ളായിട്ട് വായിച്ചു തരാം. അതോടുകൂടെ നിങ്ങളെ ഈ ആശയം ഒഴിവാകും. എൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഇവിടെ സ്റ്റേജിൽ നേരത്തെ വിഷയം അവതരിപ്പിക്കുമ്പോൾ കുറെ മുജാഹിദ് മൗലവിമാർ പറഞ്ഞു, ഫയഖൂലൂന ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, മക്ക മുശ്രിക്കുകൾ അവരുടെ വിഗ്രഹങ്ങളെ അഥവാ മലക്കുകളുടെ രൂപത്തിലുണ്ടാക്കിയ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി പൂജിച്ചുകൊണ്ട് അവർ പറഞ്ഞ വാക്കാണ്, ഇവർ നമുക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശകരാണ്, അതുപോലെയാണ് ഇന്നത്തെ സുന്നികളും ചെയ്യുന്നത് എന്ന് ഇവിടുന്ന് തട്ടിവിട്ടു. അപ്പോൾ എൻ്റെ ചോദ്യം, ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, മലക്കുകളെ കുറിച്ച് മക്ക മുശ്രിക്കുകൾ പറയാണ്, ഈ മലക്കുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത്. അപ്പോൾ അവരുടെ ഈ വിശ്വാസമാണോ ശിർക്കായത്? അല്ല അവർ ഇസ്തിഹാസ നടത്തിയപ്പോൾ മലക്കുകളോട് എൻ്റെ രോഗം ശിഫിയാക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് മലക്കുകളോട് ഇസ്തിഹാസ നടത്തിയപ്പോഴാണോ ശിർക്ക് വന്നത്? ഇതിനാ മറുപടി കിട്ടും. ഓക്കെ, അൽഹംദുലില്ലാഹ്. ഏതായാലും വഹാബി ആശയം തകർക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിന് ബേജാറ്. അങ്ങനെ തന്നെ നമ്മളൊക്കെ ഇവിടെ എത്തിയത്. നിങ്ങൾ എത്തും ഇൻഷാ അല്ലാഹ്. അപ്പോൾ 8-10 മുഖാമുഖങ്ങൾ വന്നതാ ചോദിക്കാൻ. നമ്മളൊക്കെ അങ്ങനെ പോയി വഹാബികളെ തകർക്കാൻ പോയി അവസാനം വഹാബിസം സ്ഥാപിക്കുന്നിടത്തേക്ക് നമുക്ക് പഠിച്ചു ഹിദായത്ത് തന്നു. അൽഹംദുലില്ലാഹ് നിലനിർത്തിയിട്ടുണ്ട്. ഇബ്നു കസീർ റഹിമഹുല്ലാ പറഞ്ഞത് നിങ്ങൾ ഒന്നും കൂടി കുറച്ച് മേലെ നിന്നും കുറച്ച് അടിയിൽ കൂടി ഒന്നും നിങ്ങൾ ആദ്യം ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് നമുക്ക് സമയം ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ തരാം. നമുക്ക് 10 അവസാനിപ്പിക്കാം. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് സൗകര്യം അയച്ചെന്നാൽ മതി. എൻ്റെ നമ്പറുകളുണ്ടല്ലോ, നിങ്ങളെ മുന്നിൽ അടുത്തുണ്ട്. അപ്പോൾ അയച്ചെന്നാൽ മതി, നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ വസ്സലഫു മുജ്മിഊന അലാ ഹാദാ എന്ന് പറഞ്ഞിട്ട് ഈ വാർത്ത ആരംഭിക്കുന്നല്ലോ. നിങ്ങൾ പറഞ്ഞമാതിരി മുറാദ് ഹാസിലാകാൻ രോഗം ശിഫയാകാനൊക്കെ പറഞ്ഞാൽ അതൊക്കെ കേൾക്കുന്ന ഇബ്നു കസീർ പറഞ്ഞതുണ്ടെങ്കിൽ അത് അയച്ചെന്നാളി. അതല്ല മരിച്ചോല് കേൾക്കുന്ന ഭാഗം തർക്കമില്ലല്ലോ. മുൻകന്നക്കീർ അവിടെ വരും, ചോദ്യം ചോദിക്കും, ഉത്തരം പറയും, അവിടെ കേൾവിയുണ്ട്, അവിടെ സന്തോഷമുണ്ട്, അവിടെ ദുഃഖമുണ്ട്, അവിടെ കരയും. അതൊക്കെ ഇപ്പം നമുക്കതൊക്കെ ഇത്തിഫാക്കുള്ള കാര്യമല്ലേ. അതേ സമയങ്ങളിൽ ലോകത്തെ എവിടുന്ന് വിളിച്ചാലും ആ വിളി കാണാനും കേൾക്കാനും അറിയാനും അതൊക്കെ ഉത്തരം ചെയ്യാനൊക്കെ കഴിയുന്ന ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വായിക്കാം. എത്ര സമയം നമുക്ക് പ്രശ്നമില്ല. ഇത് സാരും ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. ചോദ്യത്തിന് ഉത്തരം പറയട്ടെ.
നിങ്ങളുടെ ചോദ്യം ആണ് നിങ്ങൾ ചോദിച്ചത്, മറ്റൊരു ആമുഖം പറഞ്ഞതല്ലേ. അപ്പൊ ചോദ്യത്തിന് ഉത്തരമാണ് നിങ്ങൾക്ക് ആവശ്യം. മക്ക മുസ്ലിക്കുകൾ മുസ്ലിക്കായത് ഈ ഇസ്തിഗാസ ചെയ്തപ്പോഴാണോ അല്ല അതിന് മുമ്പ് തന്നെ ഒരു അഖീദ കൊണ്ട് മുസ്ലിക്കാണോ? സംശയമില്ല, ഒരു ആദ്യമേ മുസ്ലിക്കാണ്. ജീവിതത്തിൽ ഒരിക്കലും ഒരു മുസ്ലിം ആയിട്ടില്ല. ഒരു ചില ആളുകൾ പിന്നെ മുസ്ലിം ആയതിനു ശേഷം പോലും പിന്നെ ഇസ്തിഗാസ ചെയ്തിട്ടില്ല. മക്കത്തെ മുസ്ലിക്കീങ്ങളായ പലരും പിന്നെ മുസ്ലിമായി മാറി, അപ്പോൾ സ്വഹാബിയായി. പിന്നെ അവരാരും ആ ഇസ്തിഗാസ കൊണ്ട് പോയിട്ടുമില്ല. അതാണ് വ്യത്യാസം. അപ്പൊ മക്കത്തെ മുസ്ലിക്കുകൾ അടിസ്ഥാനപരമായി തന്നെ അവരെ അഖീദ പിഴവാണ്. അള്ളാഹിനെ കുറിച്ചുള്ള അഖീദയിൽ അബദ്ധമുണ്ട്, മലക്കളെ പറ്റിയുള്ള അഖീദയിൽ അബദ്ധമുണ്ട്, അമ്പിയാക്കളെ പറ്റിയുള്ള വിശ്വാസത്തിൽ അബദ്ധമുണ്ട്. അവിടെ വിശ്വാസ മേഖലയിൽ ധാരാളം അബദ്ധങ്ങളുണ്ട്. ആ അബദ്ധം ഉള്ളത് കൊണ്ടാണ് അവർക്ക് റബ്ബല്ലാത്തവരെ ആരാധിക്കാൻ, ഇബാദത്ത് ചെയ്യാൻ, ഇസ്തിഗാസ ചെയ്യാൻ ഒക്കെ അവർക്ക് സാധിച്ചത്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞപ്പോൾ അവരെ പറഞ്ഞു അത് പറയാൻ പറ്റൂല. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, ഇതെല്ലാം കൂടി ഒന്നാക്കി മാറ്റുകയോ അത് പറ്റൂല എന്ന് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ യസ്തക്ബിറൂൻ, അഹങ്കരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ അസ്ലിയായി മുസ്ലിമീങ്ങളാണ് ജന്മം കൊണ്ട്, അല്ലെങ്കിൽ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ട്. നമ്മളൊക്കെ ഇസ്ലാം ദീന പ്രകാരം ജീവിക്കണമെന്നാണ് നിങ്ങളും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഖുർആൻ നമ്മൾ ഓതാൻ പഠിച്ചു, പക്ഷേ തഫ്സീർ അധികമൊന്നും പഠിച്ചില്ല. ഹദീസുകൾ നമ്മൾ ലേശമൊക്കെ പഠിച്ചു, ഹദീസിന്റെ ആശയങ്ങൾ പഠിച്ചില്ല. അഖീദ പൊതുവെ തീരെ പഠിച്ചിട്ടില്ല. പഠിച്ചത് തന്നെ അശ്അരി അഖീദയാണ്. അല്ലാതെ ഇമാം ബുഖാരിയോ ഇമാം അബു ഹനീഫോ ഇമാം അഹ്മദോ ഇമാം ഷാഫിയോ ഒക്കെ അഖീദ വിഷയത്തിൽ എഴുതിയ അല്ലെങ്കിൽ പഠിപ്പിച്ച അധ്യാപനങ്ങൾ പലപ്പോഴും പഠിക്കാൻ നമുക്ക് അവസരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരുപാട് അബദ്ധങ്ങൾ നമ്മിലൊക്കെ കടന്നുകൂടി. അങ്ങനെ വന്ന അബദ്ധമാണ് ഇത്തരം ചെയ്തികൾ നമ്മിലേക്കും വന്നു എന്നുള്ളത്. ഇനി ഈ നാട്ടിൽ ചെയ്യുന്ന പണികൾ അവർ ചെയ്തതിനോട് തുല്യമാണ് എന്ന് ഇവിടെ ഞങ്ങളെ വക പറഞ്ഞതല്ലല്ലോ. മൂസാ സ്വലാഹി സ്വന്തമായി പറഞ്ഞതല്ല. തഫ്സീർ റാസി സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്തിന്റെ തഫ്സീറിൽ ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹി 606 മരണപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹി പറഞ്ഞ വാചകമാണ് അദ്ദേഹം പറഞ്ഞത്. വലീറുഹു ഫി ഹാദാ സമാൻ ഇസ്തിഗാലു കസീർ മിനൽ ഖൽഖി ബിതഅലീമി ഖുബൂരിൽ അകാബിരി അലാ ഇഅ്തിഖാദി അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും ഫഇന്ന ഉലൈക അകാബിരി യകുനു ശുഫആ ലഹും ഇൻദല്ലാഹ് എന്ന് തഫ്സീർ റാസിയിൽ നിന്ന് വായിച്ചുകൊണ്ടാണ് മൂസാ സ്വലാഹി ഇവിടെ സംസാരിച്ചത്. ഞങ്ങളെ വക പറഞ്ഞതല്ല. അപ്പൊ റാസി റഹ്മത്തുള്ളാഹി പറയാണ് മക്കയിലെ മുസ്ലിക്കുകൾ ചെയ്ത ചെയ്തിയോട് തുല്യമായത് വനലിറുഹു ഫി ഹാദാ സമാൻ, ഈ കാലത്ത് സമാനമായതുണ്ട് എന്ന്. ഇന്നല്ല, ഹിജ്റ 600-കളിൽ. ഇപ്പൊ ഹിജ്റ 1400-കളാണ്, 15-ാം നൂറ്റാണ്ടാണ്. ഹിജ്റ 600-കളിൽ ഇമാം റാസി പറയാണെന്ത്, അവർ ചെയ്തോട് സമാനമായത് ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട്. അതെന്താ? മഹാന്മാരുടെ ഖബറുകളെ പലരും ബഹുമാനിക്കുന്നു. എന്താ വിശ്വാസം? അവിടെ പോയി ബഹുമാനിച്ചാൽ ഫഇന്ന ഉലൈകൽ അകാബിർ യകൂനു ശുഫആഹും ഇൻദല്ലാഹ്, അവിടെ പോയി തഅലീം നടത്തിയാൽ, ബഹുമാനം കാണിച്ചാൽ ആ മഹാന്മാർ റബ്ബിന്റെ പക്കൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്ന വിശ്വാസത്തിൽ ചില ആളുകൾ ചെയ്യുന്നു. അത് അവർ ചെയ്തതിനോട് തുല്യമാണ് എന്ന് ഞങ്ങളല്ല പറഞ്ഞത്. ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹി പറഞ്ഞു. അത് ഉദ്ധരിക്കുക മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഏതായിരുന്നാലും ഇബ്നു കസീർ റഹിമഹുള്ളയുടെ ഉദ്ധരണിൽ നിന്ന് ലോകത്തെവിടുന്ന് വിളിച്ചാലും ആ വിളിയൊക്കെ കേൾക്കാനും കാണാനും അറിയാനും അതേപോലെ മുറാദ് ഹാസിലാക്കാനും ലോകം ശിഫയാക്കാനും എന്ത് വിളിയാവട്ടെ അതൊക്കെ കണ്ടും കേട്ടും പ്രതികരിക്കാനും ഒക്കെ മരിച്ചു കഴിയുമെന്ന് ഇബ്നു കസീർ ഉണ്ടെങ്കിൽ അത് വായിക്കാം. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ ഇബാറത്ത് വലിയ നിധി കിട്ടിയതുപോലെ നിങ്ങൾ കൊട്ടിഘോഷിക്കുന്നുണ്ടല്ലോ. അതിന്റെ തുടക്കം അവസാനങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടാവും. എന്താ അതിന്റെ തുടക്കം? എന്താണ്? ഒമിനൻ നാസി മങ്കാല, എന്താ അതിന്റെ അർത്ഥം? അങ്ങനെ പറഞ്ഞവരുണ്ട്. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ പറയുന്ന ആളുണ്ട്. ഇത് എന്റെ അഭിപ്രായമല്ല. അതന്നെ ഒമിനന്നാസി മങ്കാൽ. എന്നിട്ട് അതിന്റെ ലാസ്റ്റ് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു ഫഹാദാ കുല്ലുഹാ ബാത്തിലുൻ, ഇത് മുഴുവനും ബാത്തിലാണ് എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇതൊക്കെ അതിന്റെ ചോദ്യം അല്ല. അപ്പൊ ചോദ്യത്തിലേക്ക് വരാം. പിന്നെ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? പറയുമ്പോ വാങ്ങിയാൽ മതിയല്ല, തരുന്നുണ്ടല്ലോ. അപ്പോ ഇബ്നു കസീർ റഹിമഹുല്ലാഹിന്റെ ഇബാറത്ത് ഒന്നുകൂടി നിങ്ങൾ വായിക്കാൻ വേണ്ടി പറഞ്ഞു, ഒന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ പറയാം. പിന്നെ അപ്പൊ ഇമാം റാസി റളിയല്ലാഹു അൻഹു അഭിപ്രായം അല്ല പറഞ്ഞിരിക്കുന്നത്. അതാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത്, നിങ്ങൾ പറഞ്ഞത് എന്തിനെ കുറിച്ച്? മേലെന്ന് വായിക്കാൻ. പിന്നെ വസബത അൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നൽ മയ്യിത യസ്മഉ ഖറാനിയാലിൽ മുശയ്യിൻ, അതാണ്
ചെരുപ്പടിക്കാലിന്റെ ശബ്ദം പോലും കേൾക്കും മയ്യത്ത് എന്ന ഹദീസിനെ ചർച്ച ചെയ്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അങ്ങനെ തുടർന്നുകൊണ്ട് പറയാണ് വഹാദാ ഖിതാബുൻ ലിമൻ യസ്മഉ വയഖിലു. ഇത് തുടർന്നുകൊണ്ട് എടി വിട്ടത് വായിക്കും. അതിന് അടി വിട്ട് വായിക്കും. പറയാം അന്നൽ മയ്യത്ത് യസ്മഉ ഖറാനിയാൽ മുശയ്യിൻ ലഹു ഇദൻ സറഫു അൻഹു വഖദ് ശറഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിഹി ഇദാ സല്ലമു അലാ അഹ്ലിൽ ഖുബൂരി അൻ യുസല്ലിമു അലൈഹിം സലാമൻ മിൻ യുഖാതിബുനഹു ഫയഖൂലു അൽ മുസല്ലിമു അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വഹാദാ ഖിതാബു ലിമൻ യസ്മഉ വയഖിലു. ഇത് കേൾക്കുകയും മനസ്സിലാക്കുകയും ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയും ചെയ്യുന്നവരോടുള്ള ഖിതാബാണ്. അതേ അഭിമുഖം തന്നെയാണ് മരണപ്പെട്ടവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ളത്. അവർക്ക് ഇതെങ്ങാനും മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ കല്ലിനോട് സലാം പറയുന്നത് പോലെയായി പോകില്ലേ? മരണപ്പെട്ടവർ കേൾക്കും എന്നുള്ളതിന് മേൽ മുൻഗാമികളായ പണ്ഡിതന്മാർ ഇജ്മാഉള്ള വിഷയമാണ്. ഒരു മിനിറ്റ്, അവരിൽ നിന്ന് അസറുകൾ മുതവാത്തിറായി വന്നിട്ടുണ്ട്. എന്ത്? ബിഅന്നൽ മയ്യിത യഅരിഫു ബിസിയാറത്തിൽ ഹയ്യി ലഹു. ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരെ സിയാറത്ത് ചെയ്യുമ്പോൾ അത് മരിച്ചവരെ അറിയുന്നുണ്ട്. ഔലിയാക്കളല്ല, സിയമലിയുള്ള മാത്രമല്ല, ഔലിയാക്കൾ മാത്രമല്ല, സാധാരണക്കാർ പോലും ഇവിടെയുള്ള മുഴുവൻ ഖബറാളികൾ അടുക്കൽ പോയിട്ടും ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അതവർ കേൾക്കുന്നുണ്ട്, അതവർ സന്തോഷിക്കുന്നുണ്ട് എന്നത് സ്വഹാബികളിൽ നിന്ന് മുത്തവാത്തിറായി വന്നതാണ്. മുത്തവാത്തിറിനെ ചേകനവര് പോലും നിഷേധിച്ചിട്ടില്ല. അങ്ങനെ മുത്തവാത്തിറായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് നിങ്ങൾ ശിർക്ക് എന്ന് പറയുന്നത്. ചേകനവര് പോലും മുത്തവാത്തിറ നിഷേധിച്ചില്ല. അപ്പൊ എന്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അപ്പൊ ഇതൊക്കെയാണ് ചോദ്യം നേരത്തത് മലക്കുകളെ കുറിച്ച് മക്ക മുശ്രിക്കുകൾ പറഞ്ഞ ഹൗലായി ശുഫാന ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നു, അവരുടെ വിശ്വാസം തന്നെ ശിർക്കാണെന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുന്നു, ഞാനും മലക്കുകളെ കുറിച്ച് ഞാൻ വിശ്വസിക്കുകയാണ്. എന്ത്? ഹൗലായി ശുഫാന ഇൻദല്ലാഹ്, മലക്കുകൾ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശഫായത്ത് ചെയ്യും എന്ന് മുസ്ലിമാകുന്ന ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഈ വിശ്വാസം ശിർക്കാണോ തൗഹീദാണോ? ഓക്കേ, അൽഹംദുലില്ലാഹ്. അപ്പൊ ഏതാണ്ട് തഫ്സീർ ഇബ്നു കസീർ എന്തില്ല, ലോകത്തെ എവിടെ വിളിച്ചാലും കേൾക്കുന്നില്ല. അത് വിഷയം പറ, അവിടെ സിയാറത്തേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞ കോട്ടിമാട്ടൽ. ഇപ്പൊ കണ്ടങ്ങൾ നിങ്ങൾ എന്തിനാ അത് വായിച്ചത്? എന്തിനാ വായിച്ചത്? എവിടുന്ന് വിളിച്ചാലും കാണും, കേൾക്കും, അറിയും എന്ന ആ സഹോദര ചോദ്യം നമ്മൾ പറഞ്ഞു വിശദമായി പറഞ്ഞിട്ടാണ് നിങ്ങൾ എന്ത് പറഞ്ഞത്? വസ്സലഫ മുജ്മഉ അലാ ഹാദ, അതിന് ഇജ്മാഉണ്ട്. ഏതിന്? ഇബ്നു കസീർ ആ പറഞ്ഞതിന് നമ്മൾ ഇജ്മാഉണ്ട്. ആർക്ക് തർക്കമുള്ളത്? അതല്ല ഇവിടെ വിഷയം. ഇവിടെ അതേ അല്ല വിഷയം. ഇവിടെ ഉള്ളാൽ തങ്ങൾ ജാണത്തങ്ങ് പോയിക്കാണ് സിയാറത്താണോ പ്രശ്നം? സലാം പറയാണോ പ്രശ്നം? അതോ മുറാദ് ഹാസിലാക്കണേ, രോഗം ശിഫയാക്കണേ, ആഫിയത്ത് നൽകണേ, കുട്ടിയെ തരണേ എന്ന ഏത് തേട്ടം വല്ല നിരത്തീനുമെന്നെ വിളിപ്പോർക്ക് ബൈബൂടതുത്തീരം ചെയ്യും ഞാനെന്നോവർ. അത് ഇബ്നു കസീറുണ്ടോ? ഒരിക്കലുമില്ല. അത് ഇബ്നു കസീറില്ല, ഉറപ്പല്ലേ? അതാണ് അപ്പുറം മുറിച്ചിട്ട് വസ്സലഫു മുജ്മഉ അലാ ഹാദ. എളുപ്പമുണ്ടല്ലോ. എന്തിനാ ഉസ്താദ് ഇതൊക്കെ? അത് ശരിയല്ലല്ലോ. ഇനി മാത്രം കുറച്ചുകൂടി മേലിന്ന് വായിച്ചാൽ അതിന് അപ്പോഴും പിന്നെയും കൂടി കുറച്ചുകൂടി മേലിന്ന് വായിച്ചു നോക്കി. ഒമാൻ തബി മുസ്ലിം ഫിൽ ഖുബൂർ എന്ന ആയത്തിന്റെ തഫ്സീറാണല്ലോ അതുള്ളത്. അപ്പോൾ അവിടുന്ന് അതിന്റെ തഫ്സീർ ആദ്യം മുതൽ ഇങ്ങനെ വായിച്ചു സ്വസ്ഥമായി വായിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് സ്വയം തോന്നും പഠിച്ചവനെ വീണ്ടും ചെയ്യുന്നു, ചെറിയ തട്ടിപ്പ് നടത്തി പിടികൂടിയല്ലോ എന്നുണ്ടാവും. ഇനി രണ്ടാമത് റാസിയുടെ ഇബാദത്ത്. റാസിയുടെ ഇബാദത്ത് നിങ്ങൾ പറഞ്ഞ എന്താണ്? ഒമിയന്നാസിമൻ കാലങ്ങനെ പറഞ്ഞവരുണ്ട്. അപ്പൊ റാസി മാത്രമല്ല പറഞ്ഞു മനസ്സിലെ, റാസി മാത്രമല്ല പറഞ്ഞത്, അല്ലാത്തവരും പറഞ്ഞിട്ടുണ്ട്. അത് റാസി അംഗീകരിക്കുകയും ചെയ്തു. പിന്നെന്താ ഇതൊക്കെ ബാത്തിലാന് ശേഷം പറയുന്നുണ്ട്. എന്താ നിങ്ങളിത് പറഞ്ഞാൽ വിചാരിച്ചില്ല കേട്ടോ. നിങ്ങളെപ്പോലെ ഒരു നിഷ്കളങ്കല മുഖത്ത് കാണുന്ന മനുഷ്യൻ ഇങ്ങനെ പറയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ പറഞ്ഞൊക്കെ റാസി കുറെ 7 വജഹ് അവിടെ പറഞ്ഞു. എന്നിട്ട് പിന്നെ പറഞ്ഞൊക്കെ ബാത്തിലറിയാം, പറഞ്ഞു നിൽക്കണ ആവശ്യമുണ്ടോ? 7 കാര്യം പറഞ്ഞൊക്കെ ബാത്തില അല്ല. വകുല്ലു ഹാദിഹിൽ വുജൂഹു ബാത്തില എന്ന അവിടുത്തെ പ്രയോഗം. അല്ലാഹു അല്ലാത്ത ആരാധിക്കാൻ വേണ്ടി പറയുന്ന വ്യത്യസ്തമായ ന്യായങ്ങളാണ് 7 ന്യായം. ആ ന്യായങ്ങളൊക്കെ ബാത്തില. അതൊക്കെ പറഞ്ഞാലും അല്ലാഹു ഇബാദത്തെടുക്കാൻ പറ്റൂല. അതവിടെ പറഞ്ഞത്. എത്ര വലിയ തട്ടിപ്പ് ഞാൻ പറഞ്ഞ പക്ഷെ നിങ്ങൾ അങ്ങനെ തട്ടിപ്പ് നടത്തുന്ന ആളല്ല എൻ്റെ ഇതുവരെയുള്ള വിശ്വാസം. ഇനി മാറ്റേണ്ടി വരും. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതിനാണോ? എനിക്ക് സംശയമുണ്ട്.
വകുല്ലു ഹാദിഹിൽ വുജൂഹു ബാത്തില. എന്താ സംഭവം അറിയോ? റബ്ബൽ വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലുന ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്. ഇതാണ് ആയത്ത്, സൂറത്ത് യൂനുസ് 18-ാമത്തെ ആയത്ത്. റബ്ബല്ലാത്തവരെ അവർ ആരാധിക്കുന്നു. ആരെ? ഉപകാരം ചെയ്യാത്ത, ഉപദ്രവം ചെയ്യാത്തവരെ അവർ ആരാധിക്കുന്നു എന്നിട്ട് പറയുന്നു ഇവർ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശക്കാരാണെന്ന് പറയുകയും ചെയ്യുന്നു. എന്നിട്ട് റാസി റഹ്മത്തുള്ളാഹി പറയാണ്, അള്ളാഹു അല്ലാത്ത ആളുകൾ ആരാധിക്കുന്ന ആളുകൾക്ക് വ്യത്യസ്തമായ ന്യായമുണ്ട്. ചിലര് വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ട് പറയും ഇത് മലക്കളുടെ രൂപത്തിലാണെന്ന് പറയും, ചിലര് പറയും ഇത് നക്ഷത്രങ്ങളുടെ രൂപത്തിലാണ് എന്ന് പറയും, ചിലര് പറയും ഇത് മഹാന്മാരുടെ രൂപത്തിലാണ് എന്ന് പറയും. ഇങ്ങനെ 7 ന്യായങ്ങൾ ഇമാം റാസി അവിടെ പറഞ്ഞു. അതിൽപ്പെട്ട ഒരു ന്യായമാണെന്ത്? ഇവർ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ ശുപാർശ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. അത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് തുല്യമാണ് ഫീ ഹാദ സമാൻ. ഈ കാലത്ത് ചില മനുഷ്യന്മാർ ചെയ്യുന്നുണ്ട്. എന്താ? ബിതഅലീം ഖുബൂരിൽ അകാബിരി. ചില മഹാന്മാരുടെ ഖബറുകളിൽ പോയി ബഹുമാനിക്കുന്നു. അലഇതിഖാദി അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും. ആ ഖബറുകളെ ബഹുമാനിച്ചാൽ ഫഇന്ന ഉലൈകൽ അകാബിർ യകൂന ശുഫാഅലഹും ഇൻദല്ലാഹ്. ആ മഹാന്മാർ അള്ളാന്റെ പക്കൽ നമ്മുടെ ശുപാർശക്കാരാകും എന്ന വിശ്വാസപ്രകാരം അവിടെ ബഹുമാനിക്കുന്ന ചില മനുഷ്യന്മാർ ഇന്ന് ചെയ്യുന്നുണ്ട്. അത് അവർ ചെയ്ത തുല്യമാണെന്ന് ഇടയ്ക്ക് പറഞ്ഞു പോയതാണ്. പിന്നെ അടുത്ത ന്യായം പിന്നെയും പറഞ്ഞു. ഈ ന്യായങ്ങൾക്ക് അപ്പോൾ കുല്ലു ഹാദിഹിൽ വുജൂഹു ബാത്തില. ഈ ന്യായങ്ങളൊക്കെ ബാത്തിലാണ്. ഈ ന്യായം കൊണ്ടൊന്നും അല്ലാഹുവിനെ ആരാധിക്കാൻ പറ്റൂല. അവിടെ സ്ഥാപിക്കണേ. അല്ല റാസി മേലെ ബാത്ത് ഞാൻ മേലെ പറഞ്ഞ ബാത്തില റാസി പറയാന് റാസി നമ്മളെ പോലെ ആവണ്ടേ? അതല്ലല്ലോ. അതുകൊണ്ട് അത് ശരിയായില്ല. നിങ്ങൾ അറിയാതെ പറഞ്ഞതാണ്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യൂലെന്ന് എൻ്റെ വിശ്വാസം. ഏതെങ്കിലും പോയിട്ട് സൂറത്ത് യൂനുസ് 18-ാമത്തെ ആയത്ത് തഫ്സീർ റാസി എടുത്ത് ഒന്ന് സ്വസ്ഥമായി നമ്മളൊന്ന് വായിച്ചു നോക്കണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാം. പിന്നെ അദ്ദേഹം നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഉപചോദ്യമായി ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് ഉപരാർത്ഥി ചോദിച്ചത്. ആയിക്കോട്ടെ. എന്താണ്? മലക്കൾ ശുപാർശക്കാരെന്ന് പറഞ്ഞു, അപ്പൊ അവർ ചെയ്ത് ശിർക്കായല്ലോ. മലക്കൾ ശുപാർശക്കാരെന്ന് ഞാനും പറയുക, അപ്പോൾ ശിർക്കാണോ? അല്ല, അത് ഞാനും പറയുന്നു ശുപാർശക്കാരാണ്. പക്ഷെ ആർക്കൊക്കെ കിട്ടും പറയാൻ കഴിയില്ല. ആർക്കൊക്കെ ശുപാർശ കിട്ടും അത് അല്ലാഹു തീരുമാനിക്കണം. ഖുലില്ലാഹി ശഫാഅത്തു ജമീഅൻ. ശഫാഅത്ത് മുഴുവനായും അല്ലാഹുവിനാണ്. ശഫാഅത്ത് ആര് ചെയ്യണം അല്ലാഹു തീരുമാനിക്കും. ആർക്ക് ചെയ്യണം അല്ലാഹു തീരുമാനിക്കും. എന്തിനു ചെയ്യണം അല്ലാഹു തീരുമാനിക്കും. എപ്പോൾ ചെയ്യണം അല്ലാഹു തീരുമാനിക്കും. ശഫാഅത്ത് പൂർണ്ണമായും അല്ലാഹുവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. മലക്കുകൾക്ക് ശുപാർശയുണ്ട്. പക്ഷേ സൂറത്തുൽ നജ്മിൽ അല്ലാഹു പറഞ്ഞു വകം മിൻ മലക്കിൻ ഫിസ് സമാവാതി വൽ അർദ്. എത്രയെത്ര മലക്കുകളുണ്ട് ആകാശഭൂമികളിൽ, പക്ഷേ അവിടെ ശഫാഅത്ത് ഉപകാരപ്പെടൂല. ഇല്ലാ മിൻ ബഅദി യഅ്ദനല്ലാഹു ലിമൻ യശാഉ യർദാ. അല്ലാഹു തന്നെ അനുവാദം കിട്ടിയ ശേഷമല്ലാതെ ആ ശഫാഅത്ത് കൊണ്ട് ഉപകാരമില്ല. മലക്കുകൾക്ക് ശുപാർശ ഉണ്ട്. ആ ശഫാഅത്ത് എനിക്ക് കിട്ടുമോ നിങ്ങൾക്ക് കിട്ടുമോ അല്ലാഹു അഅലം. അത് റബ്ബിന്റെ തീരുമാനമാണ്. മക്കത്തെ മുശ്രിക്കുകൾ അത് വിശ്വസിക്കാൻ മാത്രമല്ല ചെയ്തത്, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്. അതാ പ്രശ്നം. റബ്ബല്ലാത്തവരെ ആരാധിക്കുന്നു. ആരെ? മലക്കുകളെ, മഹാന്മാരെ, അവരുടെ പേരിൽ ഉണ്ടാക്കി വെച്ച വിഗ്രഹങ്ങളെ, നക്ഷത്രങ്ങളെ, സൂര്യനെ, ചന്ദ്രനെ, ജിന്നുകളെ, അവിടെ പേരിൽ സ്ഥാപിച്ച വിഗ്രഹങ്ങളെ ഒക്കെ അവർ ആരാധിക്കുന്നു. എന്നിട്ട് പറയുന്നു ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്. ഇവർ അള്ളാഹുവിന്റെ പക്കൽ നമ്മുടെ ശുപാർശക്കാരാകുന്നു. അത് നിങ്ങൾ ചെയ്താലും ഞാൻ ചെയ്താലും ശിർക്ക് തന്നെയാണ്. നമ്മൾ ആര് ചെയ്താലും ശിർക്കാണ്. മലക്കൾക്ക് ശഫാഅത്തിന്റെ വിശ്വസിച്ചാൽ ശിർക്കാവൂല. അമ്പിയാന് ശഫാഅത്തുണ്ട്, ശിർക്കല്ല. മുഅ്മിനീങ്ങൾക്കെല്ലാം ശഫാഅത്തിന് അവസരം ലഭിക്കും. അവിടെ ആ വിശ്വാസം തെറ്റല്ല, ശരിയാണ്. പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയത്. പക്ഷേ നിങ്ങൾ എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണേ എന്ന് പറയാൻ പറ്റോ? ഇല്ല. ശഫാഅത അബ്ദന ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ വാഹിദന ഇൻ ദഅയ സയ്യിദി ഖൈറൻ നബി. അത് പറയാൻ പറ്റില്ല. അത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല. അത് തെറ്റായ തെറ്റമാണ്, ശിർക്കാണ്. അത് നബിയോട് ഇസ്തിഗാസയാണ്. എന്നാൽ അല്ലാഹുവേ നബിയുടെ ശുപാർശ എനിക്ക് നൽകണേ എന്ന് അള്ളാഹിനോട് പറയാം. അതിന് അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. ഏതായിരുന്നാലും ശരി, ശുപാർശയുണ്ടെന്ന് വിശ്വസിക്കലല്ല, എന്നാൽ ആ ശുപാർശ അവരോട് തേടുക. ശുപാർശയുണ്ട് എന്നതുകൊണ്ട് മാത്രം അവരോട് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അപരാധികളും പറയുക. രോഗം ശിഫയാവാൻ, മുറാദ് ഹാസിലാവാൻ, ആഫിയത്ത് കിട്ടാൻ, ഹിദായത്ത് കിട്ടാൻ ഒക്കെ അവിടെ തേടുന്നുവെങ്കിൽ അത് നിങ്ങൾ ചെയ്താലും ഞാൻ ചെയ്താലും മക്ക മുശ്രിക്കുകൾ ചെയ്ത പണി തന്നെയാണ്. അത് ശിർക്കായ കാര്യം തന്നെയാണ്. അത് അല്ലാഹു അനുവദിച്ചതല്ല. നബി തങ്ങൾ പറഞ്ഞു ഇലാ സഅൽത ഫസ്അലില്ല. നീ ചോദിക്കുന്നുവെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക. വയസ്തഅൻത ഫസ്തഇൻ ബില്ലാ. നീ സഹായം അർത്ഥിക്കുന്നുവെങ്കിൽ പടച്ച റബ്ബിനോട് സഹായം അർത്ഥിക്കുക. ഇതാണ് അടിസ്ഥാനം. ഓക്കെ. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ ഈ മറുപടിയിൽ സുന്നികളുടെ 2 വാദം ഫൈസൽ മൗലവി അംഗീകരിച്ചു. അല്ലാഹു അക്ബർ. അതായത് മരിച്ചവരുടെ ഖബറിന്റെ അടുത്ത് പോയി വിളിച്ചാൽ അതവർ കേൾക്കും.
അതല്ല ഇബ്നു കസീറിൽ അതല്ലേ പറഞ്ഞത്? അതൊന്നുമില്ല. വസ്സലഫു മുജ്മിഊന അലാ ഹാദാ എന്ന് എന്തിനെ കുറിച്ചാ പറഞ്ഞത്? വീണ്ടും അതിലേക്ക് പോകണ്ടല്ലോ നിങ്ങൾ എന്ത് അല്ലല്ല, വസ്സലഫു മുജ്മിഊന അലാ ഹാദാ. അവിടെ പോയി വിളിച്ചാൽ കേൾക്കുന്നതാണോ? വസ്സലഫു മുജ്മിഊന അതിന്റെ അർത്ഥം പറ. ഇതിന് ഇജ്മാഉണ്ട്. ഏതിന്? ഏതില്? മരണപ്പെട്ടവർ കേൾക്കും. നിങ്ങൾ പറഞ്ഞെന്താ അവിടെ പോയി വിളിച്ചാൽ കേൾക്കുന്നത്? മരണപ്പെട്ടവർ ഇതിലും ഇജ്മാഉണ്ട് എന്ന് നിങ്ങൾ അംഗീകരിച്ചോ? നിങ്ങൾ പറഞ്ഞു നമ്മളും അംഗീകരിക്കുന്നുണ്ട്. നിങ്ങൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ഏതിലാണോ ഇജ്മാഉണ്ട് പറഞ്ഞത് അത് നമ്മൾ അംഗീകരിക്കുന്നു. അത് നിങ്ങൾ അംഗീകരിക്കും. മരണപ്പെട്ടവർ അവരുടെ ഖബറാളികളുടെ അടുത്ത് പോയി സലാം പറയുന്നതും അതവർക്ക് നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞാൽ എന്താ ഈ സാൽസൽ ഞാൻ ഈ പറയുന്ന വാക്കെങ്ങാനും മരിച്ചവർ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. അപ്പോഴും പറയുന്നുണ്ട്, അതിപ്പോഴും പറയുന്നുണ്ട്. ഇവിടെ ഖബറുണ്ട്. അല്ല, നിങ്ങൾ ഇവിടെ തൊട്ടടുത്ത് ഖബറുണ്ട്. ഞാൻ ഈ പറയുന്ന ഞങ്ങൾ ഈ സംസാരിക്കുന്ന സംസാരം ഈ ഖബറാളികൾ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മുശ്രിക്കാണോ? ഇബ്നു കസീർ പറയുന്നു ഇബ്നു കസീർ പറഞ്ഞത് വേറെയാണ്, നിങ്ങൾ പറഞ്ഞത് വേറെയാണ്. ഇതിനെ കുറിച്ചാ പറഞ്ഞത്? അതാ സിയാറത്തിൽ പോണ കാര്യമാണ്, സലാം പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ മുഖാമത്ത് തട്ടിപ്പടുത്തുന്ന അറിയുന്നുണ്ട്. അതാ പറയുന്നത് സലാം പറയുന്നത് മാത്രം കേൾക്കുന്നു. അല്ല, അതൊന്നുമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചില്ല. എന്ത് കേൾക്കുന്ന? വസ്സലഫു മുജ്മിഊന അലാ ഹാദാ എന്ത് കേൾക്കുന്ന പറഞ്ഞിട്ടുള്ളത്? മൈക്കോടിക്ക് പറഞ്ഞുതരാം. ചോദ്യത്തിലേക്ക് പറഞ്ഞുതരാം. നിങ്ങളിത് എന്തിനാ ഇബാദത്ത് കൊടുന്നത്? ആ ഇബാദത്ത് കൊണ്ടുവന്ന് എന്തിനാണ്? ഇവിടെ ഖബറുണ്ട്, അവിടെ സിയാറത്തിന് പോയാൽ ആ ഖബറാളെ അറിയോ ഇല്ലെന്ന് ചർച്ചക്കാണോ? ആ ചർച്ചയാണ് വേറെ ചർച്ച ചെയ്യാം. ഇവിടെ വിഷയം എന്താണ്? ദർഗകൾ അഭയ കേന്ദ്രങ്ങളോ? ഇവിടുത്തെ വിഷയാവതരണം മുതൽ ഇതുവരെ നമ്മൾ പറഞ്ഞെന്താണ്? ഖബറിങ്ങ പോയി ഖബറാള് തേടിയാൽ ആ ഖബറാള് കേൾക്കൂല, ഉത്തരം ചെയ്യൂല, അതിന് കഴിയില്ല, അതുകൊണ്ട് പോകാൻ പറ്റൂല. ഇതല്ല സ്ഥാപിക്കുന്നത്. അത് പൊളിക്കാൻ വേണ്ടി എന്ന മട്ടിലാണല്ലോ ഇബ്നു കസീർ കൊടുത്തത്. എന്നിട്ട് ആ കഷ്ടം മാത്രം വായിച്ചു. വസ്സലഫു മുജ്മിഊന അലാ ഹാദാ, സലഫുകൾ ഇതിൽ ഇജ്മാഉണ്ട്, ഇത് മാത്രം വായിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കുറച്ച് മേലെന്ന് വായിക്കോ, അപ്പുറത്തുനിന്ന് വായിക്കി. ഞാൻ പ്രത്യേകം പറഞ്ഞു, മുറാദ് ഹാസിലാക്കാനോ ആഫിയത്ത് നൽകാനോ ഹിദായത്ത് കിട്ടാനോ ഒക്കെ അവിടെ പോയി തേടിയാൽ കേൾക്കുമെന്ന് ഇബ്നു കസീറിലുണ്ടോ? ഇല്ല. നിങ്ങൾ മേലെന്ന് വായിച്ചു, അപ്പോൾ അത് കിട്ടിയില്ല. പിന്നെ എന്തേ ഉള്ളൂ? സലാം പറഞ്ഞാൽ ആ സലാം അവർ കേൾക്കുമോ? സിയാറത്ത് ചെയ്താൽ അറിയുമോ? ഇതേ അവിടെ ചർച്ചയുള്ളൂ. അല്ലാതെ നിങ്ങൾ വിളിക്കുന്ന ഈ മുഖാമത്ത് നിങ്ങൾ ചോദ്യം ചോദിക്കണത് അത് ഉള്ളാൽ നിങ്ങൾ കേൾക്കുന്നില്ല നിങ്ങളെ വിശ്വാസം? അത് ഇബ്നു കസീറിലുണ്ടോ? നമ്മുടെ നിങ്ങൾ കേൾക്കുന്നില്ല നിങ്ങളെ വിശ്വാസം? അത് ഇബ്നു കസീറിലുണ്ടോ? ലോകത്തിറക്കണ എല്ലാ സംസാരവും കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാനാ നിങ്ങളുടെ കൽഭാഗമെന്നോ അവർ എന്ന് വിശ്വാസം നിങ്ങൾക്കുള്ളത്? അത് ഇബ്നു കസീറിലുണ്ടോ? വല്ലാ നിരത്തീനും എന്നെ വിളിപ്പോർക്ക് വായ്പുണർത്തീരം ചെയ്യും ഞാനെന്നോ പറയുന്നല്ല നിങ്ങളെ വിശ്വാസം? അത് ഇബ്നു കസീറുണ്ടോ? ഇല്ല. അപ്പൊ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വസ്സലഫു മുജ്മിഊന അലാ ഹാദാ എന്ന് പറഞ്ഞ ഏതാണോ അതല്ല തർക്ക വിഷയം, അതല്ല തർക്ക വിഷയം. മറ്റത് ഇബ്നു കസീർ പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾക്കൊരു പൂതി ഉണ്ടാവും ഇബ്നു കസീർ അങ്ങനെ ഈ ഭാഗത്ത് കിട്ടണമെന്ന്, അത് കിട്ടൂല. കാരണം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് കുറച്ചു കാലമാണെങ്കിലും ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹിന്റെ ഒപ്പം സഹവസിച്ചിട്ടുണ്ട്. അതിന്റെ നേട്ടം അദ്ദേഹത്തിന് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉദ്ദേശ സംഗതി ഇബ്നു കസീർ ഇല്ല. അങ്ങനെ നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങൾ ധരിച്ചതായിരിക്കാം. റാസ് ഏതാ നിങ്ങൾ പറഞ്ഞ വകുല്ലു ഹാദിൽ വുജൂഹു ബാത്തില എന്ന് പറഞ്ഞ ഏതായിരുന്നാലും ബാത്തിലായി എന്നാണ് മനസ്സിലാകുന്നത്. നമ്മളെ മറ്റൊരു ഉസ്താദ് കുറെ സമയം കാത്തിക്കുന്നുണ്ട്, അദ്ദേഹം ചോദിച്ചോട്ടെ. മലക്കളെ ഒന്ന് തീർപ്പ് കൽപ്പിക്കാം പറഞ്ഞല്ലോ. അപ്പൊ മലക്കുകളെ കുറിച്ച് ഞാൻ വിശ്വസിക്കുന്ന എന്ത്? ഹൗലായി ശുഫാന ഇൻദല്ലാഹ്. മുസ്ലിമീങ്ങളുടെ വിശ്വാസം ശിർക്കല്ല എന്നുള്ളതും നിങ്ങൾ സമ്മതിച്ചു. മക്ക മുശ്രിക്കുകളുടെ ഹൗലായി ശുഫാന ഇൻദല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അത് ശിർക്കാണ്. മുസ്ലിമീങ്ങൾ പറയുന്ന എന്തല്ല ശിർക്കല്ല, അതും നിങ്ങൾ സമ്മതിച്ചു. അതാ ഞാൻ ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞത്. നിങ്ങൾ ഈ മറുപടി രണ്ടെണ്ണം കിട്ടി. ഞങ്ങൾ വിശ്വസിക്കുന്ന എന്തല്ല ശിർക്കല്ല. ഇനി മക്ക മുശ്രിക്കുകൾ ശിർക്കായത് എന്തുകൊണ്ടാ? അതേ ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്നെ പിന്നെ ഇന്നൽ ഖൗമ കാനു യഖൂലൂന ഫിൽ അസ്നാം, മക്ക മുശ്രിക്കുകൾ അവരുടെ ബിംബങ്ങളുടെ വിശ്വാസം എന്താണ്? ഇന്നഹാ ശുഫാഅന ഇൻദല്ലാഹ്, ഇവകൾ അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യും. വകാനു യഖൂലൂന ഇന്നഹാ തശ്ഫഉ ഇൻദല്ലാഹി മിൻ ഗൈരി ഹാജത്തിൻ ഇലാ ഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ ഇതിനില്ലാതെ ശഫായത്ത് ചെയ്യും എന്നായിരുന്നു അവരുടെ വിശ്വാസം. അതുകൊണ്ടാണ് അവരുടെ വിശ്വാസം ശിർക്കായത്. നമ്മളുടെ വിശ്വാസം ശിർക്കല്ല എന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചു. എന്തുകൊണ്ട്? അത് അള്ളാഹുവിന്റെ ഇതിനോട് കൂടിയുള്ള ശഫായത്താണ്, രണ്ടും രണ്ടാണ്. എന്നിട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു തുടർന്ന് പറയുന്നു
മന്ദല്ലദി യശ്ഫഉ ഇൻദഹു വലിഹാദ സബബി, അവരങ്ങനെ വിശ്വസിച്ചത് കൊണ്ടാണ് റദ്ദല്ലാഹു അലൈഹിം ബിഖൗലിഹി മന്ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അല്ലാഹുവിന്റെ അനുമതി ഇല്ലാതെ ആരുണ്ടോ അല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്യാൻ എന്ന് അല്ലാഹു താക്കീത് ചെയ്യാൻ കാരണം അവർക്ക് ഇങ്ങനെ വിശ്വാസമുണ്ടായത് കൊണ്ടാണ്. എന്നിട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു ഫഹാദാ യദുല്ലു, ഈ ആയത്ത് അറിയിക്കുന്നുണ്ട് അലാ അന്നൽ ഖൗമ യതഖദു, മക്ക മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു അന്നഹു യജിബു അലല്ലാഹി ഇജാബത്തുൽ അസ്നാമി ഫീ തിൽക ശഫാഅ, ആ ബിംബങ്ങൾ ശഫായത്ത് ചെയ്താൽ അല്ലെങ്കിൽ ആ മലക്കുകൾ ശഫായത്ത് ചെയ്താൽ അത് അള്ളാഹുവിനെ അംഗീകരിക്കൽ നിർബന്ധമായ ബാധ്യതയായിരുന്നു എന്നായിരുന്നു മക്ക മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത്. ആ അവരുടെ വിശ്വാസത്തെ അള്ളാഹു തആല പൊളിക്കുകയാണ് ചെയ്യുന്നത്. ഫൈനഹു തആല തിൽക ശഫാഅത്ത് ബിഖൗലിഹി മാ ലിൽവാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇൻ യുതാഅ, അള്ളാഹുവിനെ വഴിപ്പെടപ്പെടുന്ന ഒരു ശുപാർശകനും ഇല്ല എന്ന ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞത് അവരുടെ ഈ വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ സുന്നികൾ അങ്ങനെയല്ല വിശ്വസിക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചാൽ അൽഹംദുലില്ലാ, 2 സമ്മതം. പിന്നെ ഒന്നും കൂടി പറയാണ്ട്, വൈലത്തൂര് തങ്ങൾ അവിടെ സുജൂദ് ചെയ്തതല്ല, ഖബറിലെ തുണി പിടിച്ച് മുത്തുകയാണ് ചെയ്തത്. അത് സുജൂദ് എന്ന് തെറ്റിദ്ധരിപ്പിക്കൽ നിങ്ങൾ വലിയൊരു കളവാണ് ചെയ്യുന്നത്. സുജൂദ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം, അത് സുജൂദല്ല, അത് ഖബറിനെ പിടിച്ച് മുത്തിയതാണ്. അത് നമുക്ക് പിന്നെ നിങ്ങൾ അവസാനം തരുമെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഇതാക്കാം. അപ്പൊ ഈ വിഷയം വിടരുത്. മലക്കുകളുടെ മലക്കുകളെ കുറിച്ച് മുസ്ലിമുകളുടെ വിശ്വാസവും സുന്നികളുടെ വിശ്വാസവും മക്ക മുശ്രിക്കുകളുടെ വിശ്വാസവും രണ്ടും 2 രീതിയിലാണെന്നുള്ളത് വളരെ വ്യക്തമായി അത് നിങ്ങൾ അംഗീകരിച്ചതിന് നന്ദി, അൽഹംദുലില്ലാ. ഇപ്പൊ സമ്മതിക്കണ ആവശ്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മക്ക മുശ്രിക്ക് അള്ളാഹിനെ പറ്റി വിശ്വാസം പേച്ചിട്ടുണ്ട്, അമ്പിയാക്കളെ പറ്റി പഴിവുണ്ട്, മലക്കുകളെ പറ്റി പഴിവുണ്ട്, ജിന്നുകളെ പറ്റി പഴിവുണ്ട് ഒക്കെ പറഞ്ഞില്ലേ. നിങ്ങളപ്പോ മൊബൈൽ നോക്കിയിരുന്നു, നിങ്ങളപ്പോൾ മൊബൈൽ നോക്കി. ഞാൻ തന്നെ പറഞ്ഞു, ഇനി സമയം കാണേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഏതെന്ന് അൽഹംദുലില്ലാ നിങ്ങൾ ശരിയായ അഹ്ലുസുന്നത്തിലേക്ക് മടങ്ങാൻ പരിശ്രമിക്കുക, ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്കെല്ലാം ഹിദായത്ത് നൽകട്ടെ, ഹിദായത്ത് നിലനിർത്തി തരുമാറാവട്ടെ. ഒരു മിനിറ്റ്. ആ വൈലത്തൂർ തങ്ങളെ സംബന്ധിച്ച് പിന്നെ മുത്താനാണെങ്കിൽ നിന്നുകൊണ്ട് മുത്താലോ, ഇതിനെ ഇടങ്ങാറായി കുമ്പിടേണ്ട ആവശ്യം. ബാക്കിയുള്ളവർ നിന്നിട്ട് മുത്താണ്. പിന്നെ ഇടങ്ങാറായി ഈ വയസ്സായ കാലത്ത് പിന്നെ മുട്ട് കുത്തിയിട്ട് മുത്തേണ്ട ആവശ്യമില്ലല്ലോ. മുത്താനാണെങ്കിൽ നിന്നുകൊണ്ട് അവിടെ മുത്ത. അപ്പം അങ്ങനൊന്നും മുസ്ലിങ്ങൾ വ്യാഖ്യാനിച്ച് രക്ഷപ്പെടണ്ട. പിന്നെ ഈ ആയത്ത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവം പറഞ്ഞ് ഏതായത്തിൻ്റെ വിഷയത്തിലാണ്? ഫഇന്നക ലാ തുസ്മിഉൽ മൗത, നിങ്ങൾ മരിച്ചവരെ കേൾപ്പിക്കുകയില്ല. മരിച്ച ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലാ തുസ്മിഉ സുമ്മു ദുആ, അതുപോലെ തന്നെ കേൾവിയില്ലാത്ത ആളുകളെ പ്രാർത്ഥന കേൾപ്പിക്കാൻ അവർക്ക് കഴിയുകയില്ല. ഇദാ വല്ലൂ മുദ്ബിരിൻ. എന്നിട്ട് യൂസുഫ് മുസ്ലിയാർ വായിച്ചതിൻ്റെ തൊട്ട് മുകളിൽ ഞാൻ വായിച്ചു തരട്ടെ. വസ്സഹീഹു ഇൻദൽ ഉലമാ, പണ്ഡിതന്മാരുടെ അടുക്കൽ സഹീഹായി പറഞ്ഞിട്ടുള്ളത്, അതായത് വഖാല ഖത്തദ അഹ്യാഹുമുല്ലാഹു, അതായത് ഈ ഖലീബിന്റെ സംഭവം അവിടെ വിശദീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധം കഴിഞ്ഞ് ആ ബദറിൽ മുശ്രിക്കീങ്ങളായ ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പിന്നെ മുശ്രിക്കീങ്ങളായ ആളുകളെ ആ ഖലീബിലിട്ടു, ഒരു പിന്നെ എന്താ പറയുക കിണറ്റിലിട്ടു. എന്നിട്ട് ആ കിണറ്റിലിട്ട ആ സംഭവം വിശദീകരിക്കുമ്പോഴാണ് ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ അഹ്യാഹുമുല്ലാഹു ലഹു ഹത്താ സമിഉ മഖാലതുഹു തഖരീഅൻ വതൗബീഖൻ വനഖമ. അപ്പൊ ആ ഖബർ പിന്നെ മരിച്ചുപോയ മുശ്രിക്കുകളായ ആളുകൾ അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിച്ചു. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനെ എതിർത്തു. അതാണ് സംഭവം വിശദീകരിച്ചു വരുന്നത്. അപ്പൊ അത് മക്കത്തെ മുശ്രിക്കുകളായ ആളുകൾ മുശ്രിക്കിന്റെ പ്രവാചകൻ സംസാരിച്ചല്ലോ, ആ സംസാരിച്ചപ്പോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ജീവൻ കൊടുത്തു. എന്നാൽ വസ്സഹീഹു ഇൻദൽ ഉലമാ റിവായത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ ലിമാ ലഹാ മിന ശവാഹിദ് അലാ സിഹ്ഹതിഹാ മിൻ വുജൂഹിൻ കസീറ മിൻ അശ്ഹരി ദാലിക മാ റവാഹു ഇബ്നു അബ്ദുൽ ബർ മുസഹഹിഹൻ ലഹു അൻ ഇബ്നു അബ്ബാസ് മർഫൂഅൻ മാ മിൻ അഹദിൻ യമുറു ബിഖബ്രി അഹീഹിൽ മുസ്ലിം കാന യഅരിഫുഹു ഫി ദുനിയാ, ദുനിയാവിൽ തനിക്ക് പരിചയമുള്ള ഒരു മുസ്ലിമിന്റെ ഖബറിന്റെ അടുത്തിലൂടെ പോകുമ്പോൾ ഫയസല്ലിമു അലൈഹി, ആ ഖബറിലേക്ക് തിരിഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഇല്ലാ റദ്ദല്ലാഹു അലൈഹി റൂഹഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖബറിൽ കിടക്കുന്ന വിശ്വാസിയുടെ റൂഹിനെ തിരിച്ചു കൊടുക്കുകയും യറുദ്ദു അലൈഹി സലാം, എന്നിട്ട് ആ റൂഹ് അത് പിന്നെ ആ സലാമിന് മറുപടി പറയുകയും ചെയ്യും എന്ന് ഒരു ഹദീസ് കൊടുത്തതിന് ശേഷം പറയാണ് വസബത അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് അന്നൽ മയ്യിത യസ്മഉ ഖർഅൻ ആലിൽ മുശയ്യഈന ലഹു, തന്നെ സന്ദർശിക്കാൻ വരുന്ന ആളുകൾ അല്ലെങ്കിൽ തനിക്ക് തന്നെ
മദീന സന്ദർശിക്കാനല്ല, തൻ്റെ സംസ്കാരത്തിന് വേണ്ടി വരുന്ന ആളുകളെ ഖർഉൻ നിആൽ അഥവാ ചെരുപ്പിന്റെ ശബ്ദം അത് ഇദൻ സർഫു അൻഹു അത് അവരുടെ പ്രവർത്തനം കഴിഞ്ഞ് തിരിഞ്ഞു പോകുമ്പോൾ കേൾക്കും. മാത്രവുമല്ല വഖദ് ശർഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിന് ശർആക്കിയിട്ടുണ്ട് ലി ഉമ്മത്തു ഇദാ സല്ലമു അലാ അഹ്ലിൽ ഖുബൂർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് സലാം പറയാൻ വേണ്ടി ഈ ഉമ്മത്തിന് ഒരു മതനിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അയുസല്ലിമു അലൈഹിം സലാമൻ മൻ യുഖാതിബൂനഹു ഫയഖൂൽ മുസ്ലിം അസ്സലാമു അലൈക്കും ദാറ ഖൗമു മുഅ്മിനീൻ. എന്നിട്ടാണ് പറഞ്ഞത് ഇത് വഹാദ ഖിതാബുൽ യസ്മഉ വയഖിൽ, ഇത് കേൾക്കുന്ന ആളുകൾക്കുള്ള ഖിതാബാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വസ്സലഫു മുജ്മിഊന അലാ ഹാദാ, ഇതിൽ സലഫുകൾക്ക് എതിരഭിപ്രായമില്ല, അഭിപ്രായ വ്യത്യാസമില്ല. ഇതിലെവിടെയാണ് സഹോദര മരിച്ചുപോയ ആളുകൾ എല്ലാം കേൾക്കും, എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും. നിങ്ങൾ എന്തിനാണ് ഈ മരിച്ച ആളുകൾ കേൾക്കുന്നു പറയുന്നത്? ഇപ്പൊ ഉള്ളാൾ തങ്ങളുടെ അടുക്കൽ മദനിന്റെ അടുക്കൽ പോയി അസ്സലാമു അലൈക്കും യാ സയ്യിദ് മദനി, അപ്പൊ ഇത് സയ്യിദ് മദനി കേട്ടോ, അൽഹംദുലില്ലാഹ് റാഹത്തായിട്ടോ. ഇതിനാണോ നിങ്ങൾ മരിച്ചവർ കേൾക്കുമെന്ന് പറയുന്നത്? അല്ലല്ലോ സഹോദരന്മാര്. മദനിക്ക് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് സലാം പറഞ്ഞതുപോലെ മരിച്ചപ്പോൾ ഞാൻ സലാം പറഞ്ഞു അസ്സലാമു അലൈക്കും, എന്റെ സലാം മദനി കേട്ടു എന്ന് വിശ്വസിക്കാനാണോ? അല്ലല്ലോ. നിങ്ങൾ എന്തിനാണ് ഈ വളഞ്ഞ വഴി പിടിച്ചുകൊണ്ട് കൊണ്ടുവരുന്നത്? ആ മരിച്ച മയ്യത്തിന്റെ അടുക്കൽ നിങ്ങളുടെ ഹവാജുകളും ആവശ്യങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും അവിടെ ചെന്ന് ആവലാതി പറഞ്ഞാലും അത് കേൾക്കും, അത് കേട്ടതിന് ഉത്തരം ചെയ്യുമെന്ന് പറയാനല്ലേ? അതിന് നിങ്ങൾ ഇബ്നു കസീർ തെളിവാക്കരുത്. അത് ഇബ്നു കസീർ പറഞ്ഞിട്ടില്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. മാത്രവുമല്ല വഖദ് തവാതറത്തിൽ ആഥാർ അൻഹും ബിഅന്ന അൽ-മയ്യിത യഅരിഫു സിയാറത അൽ-ഹയ്യ് ലഹു വയസ്തബിശിറു ഫറവ ഇബ്നു അബി ദുനിയ ഫീ കിതാബിൽ ഖുബൂർ അൻ ആയിഷ ഖാലത്. എന്നിട്ട് അതിന് തെളിവ് കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ വാചകത്തിന് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ വാചകമായി പറഞ്ഞില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ റജുലിൻ യസൂറു ഖബ്റ അഖീഹി വയജ്ലിസു ഇൻദഹു ഇല്ല ഇസ്തഅനസ ബിഹി വറദ്ദ അലൈഹി ഹത്താ യഖൂമ. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ടാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞത്. പക്ഷേ ആ ഹദീസ് ദുർബലമാണ്. കാരണം ആ ഹദീസിന്റെ സനദിൽ അബ്ദുല്ലാഹി ഇബ്നു സമആൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. ആ അബ്ദുല്ലാഹി ഇബ്നു സമആനെ പറ്റി ഇമാം ദഹബി പറഞ്ഞു തറക്കൂഹു, അദ്ദേഹത്തെ ആളുകൾ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഹുദ്ദച്ചെടുക്കാൻ പറ്റിയ ആളല്ല. ഈ ഹദീസ് ഒരു ദുർബലമായ ഹദീസ് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ നിന്ന് ഒരു ഖബറിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞാൽ എന്താവശ്യം പറഞ്ഞാലും ഇതിനാണല്ലോ സയ്യിദ് മദനിന്റെ അടുക്കൽ പോയി പറയുന്നത്. ഞാൻ ഇവിടെ നേരത്തെ വായിച്ച കിതാബുള്ളല്ലോ, രോഗമുണ്ടെങ്കിൽ രോഗം മാറും, അതുപോലെ തന്നെ പ്രയാസമുണ്ടെങ്കിൽ പ്രയാസം മാറും, കുട്ടികളില്ലെങ്കിൽ കുട്ടികളെ കിട്ടും. ഇത് ഇബ്നു കസീർ എന്നല്ല, ലോകത്തിന്റെ ഒരു അഹ്ലുസ് സുന്നിയുടെ കിതാബിലും ഇല്ല. ശിയാക്കളെ കിതാബിലുണ്ട്. അത് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു. വിശ്വാസരംഗത്ത് ഷിയാക്കളും സുന്നികളും ഒരുപോലെയാണ്. പൊന്നു സഹോദരന്മാരെ, അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട യൂസുഫ് ഹുസ്സലാരെ, നിങ്ങൾ ഈ വിഷയം കൃത്യമായി പഠിക്കണം. ലോകത്ത് ഏതെങ്കിലും ഒരു അഹ്ലുസ് സുന്നയുടെ കിതാബ് നിങ്ങൾ കാണിച്ചു തരി. ഒരു ഖബറിന്റെ അടുക്ക് ചെന്ന് ചോദിച്ചാൽ, എന്ത് പ്രയാസം ചോദിച്ചാലും എന്ത് ബുദ്ധിമുട്ട് പറഞ്ഞാലും അതൊക്കെ നിവർത്തിച്ചു തരാൻ ആ ഖബറാളിക്ക് സാധിക്കുമെന്നതിന് ഒരു രേഖ വേണ്ട, ഒരു ഹദീസിന്റെ കഷ്ണം നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല. ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ അപ്പുറവും ഇപ്പുറവും വായിച്ച് കോട്ടിമാട്ടും. അതുകൊണ്ട് പൊന്നു മുഅ്മിനീങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം, അത് രേഖയില്ല. വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖറ ലാ ബുർഹാന ലഹു ബിഹി. ഇത് അല്ലാഹ് പറഞ്ഞതാണ്. അല്ലാഹു അല്ലാത്തവർ ആരെ വിളിച്ചാലും ലാ ബുർഹാന ലഹു ബിഹി, അവനത് തെളിവില്ലാന്ന് അല്ലാഹ് പറഞ്ഞാൽ പിന്നെ അല്ലാഹനെ വെല്ലുവിളിക്കാൻ നമ്മളായിട്ടില്ലല്ലോ. തെളിവില്ലെന്നുള്ള പറഞ്ഞാൽ അത് തെളിവില്ല, ഇലാ യൗമിൽ ഖിയാമ തെളിവില്ല. അത് അഹ്ലുസ് സുന്നയുടെ കിതാബിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. പിന്നെ ഉണ്ടാകും ശിയാക്കളുടെ കിതാബിൽ, ഖുമൈനിന്റെ കിതാബിൽ ഉണ്ടാവും, അതുപോലെ തൂസിയുടെ കിതാബിൽ ഉണ്ടാവും, വേറെ ശിയാക്കൾ പണ്ഡിതന്മാരുടെ കിതാബിൽ ഉണ്ടാവും. അത് അഹ്ലുസ് സുന്നക്ക് തെളിവല്ലെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങളുടെ വാദത്തിന് ഇബ്നു കസീറിന്റെ എന്നല്ല, ഒരു അഹ്ലുസ് സുന്നയുടെ തഫ്സീറിലും നിങ്ങൾക്ക് തെളിവ് കണ്ടെത്താൻ സാധിക്കുകയില്ല. ഓക്കെ, നമ്മുടെ സമയത്തോട് അടുക്കുന്നതുകൊണ്ട് ചുരുക്കി ചോദിക്കാം. അതായത് ഞാൻ ഒരുപാട് ചോദ്യങ്ങളുമായി വന്നതാണ്. പക്ഷേ ഇന്ന് ഞാൻ ഈ പരിപാടിക്ക് വന്നപ്പോൾ ഇത് സുന്നികളെ പരിപാടിയാണോ എന്ന് തോന്നിപ്പോയി. അന്നിലക്കാണ് മരിച്ചവർ കേൾക്കുമെന്ന വിഷയം സ്ഥാപിച്ചിരിക്കുകയാണ് ഇവിടെ മാലിക് സഭായി.
ഇപ്പോ ഇനി നിങ്ങൾക്ക് കിട്ടേണ്ടത് ദൂരെ ഉണ്ടെങ്കിൽ കേൾക്കോ എന്നുള്ളതാണ്. മരിച്ചവർ കേൾക്കുമെന്ന വിഷയത്തിൽ ഇപ്പോൾ ഇവിടെ വഹാബികൾക്ക് തർക്കമില്ല. മഹാനായ ഖുതുബ് സമാൻ സയ്യിദ് മദനി തങ്ങളുടെ കറാമത്ത് ഇവിടെ വെളിവായിട്ടുണ്ട്. ഞാൻ പറയുന്നത് ചോദ്യത്തിലേക്ക് വരാം. അതായത് ഇനി നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ദൂരെ ഉണ്ടെങ്കിൽ കേൾക്കോ, അടുത്തുണ്ടെങ്കിൽ എന്തായാലും കേൾക്കും എന്നുള്ളത് ഇബ്നു തൈമിയ്യ ഫതാവയിൽ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ കിതാബു റൂഹ്, ആ കിതാബു റൂഹിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. കിതാബു റൂഹ് പറയാൻ കഴിയോ? ചോദ്യം അതാണെങ്കിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ സമയം കഴിഞ്ഞാൽ പോലീസുകാർ വരും, പരിപാടി നിർത്താൻ പറയും. ചോദ്യം ചോദിച്ചോളൂ. കിതാബു റൂഹിൽ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ ഇബ്നു തൈമിയ്യ ഫതാവയിൽ പറഞ്ഞതുപോലെ തന്നെ അന്നഹും മരിച്ചവർ യസ്മഊന കേൾക്കും, ഹഫ്കനിയാലിൽ മശീന സഞ്ചരിച്ചു പോകുന്നവരുടെ കാലിന്റെ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം പോലും കേൾക്കുമെന്നാണ്. നീ മാതാപിതാക്കളോട് എന്ന് പോലും പറയരുത് എന്ന് പറഞ്ഞാൽ എന്ന് മാത്രം പറയരുത് എന്നല്ല, ആ ചെരുപ്പിന്റെ നിയാലിന്റെ ശബ്ദം വരെ കേൾക്കുമെന്ന് പറഞ്ഞാൽ മരിച്ചവർ കേൾക്കുമെന്നാണ്. അത് ഞാൻ പറഞ്ഞതല്ല, ഇവിടെ മാലിക് സുബായി തന്നെ വളരെ വ്യക്തമായി മരിച്ചവർ ചോദ്യത്തിൽ വരാം. ഇതേ ആശയം ഇബ്നു തൈമിയ്യ ഫതാവയിലും പറഞ്ഞിട്ടുണ്ട്, മരിച്ചവർ കേൾക്കുമെന്ന്. മറ്റേ നിങ്ങൾ നേരത്തെ പറഞ്ഞ തായത്തിന്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി മരിച്ചവർ കേൾക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യമാണ് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലെ കാഫിരീങ്ങളോട് സംസാരിച്ചപ്പോൾ അവർ 3 ദിവസമായതിനു ശേഷം ചത്തുപോയവരോട് സംസാരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അൽ അൻത തുസ്ബിഉൽ മൗത യാ റസൂലല്ലാഹ്, മരിച്ചുപോയവരെ കേൾപ്പിക്കുകയാണോ നബിയെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ അൻത ബി അസ്മാ മിൻ മാ അൻത, നീ അല്ല ബി അസ്മാ മിൻഹും, ഇവരെക്കാൾ കൂടുതൽ കേൾക്കാൻ നിനക്ക് സാധ്യമല്ല, നിന്നെക്കാൾ കൂടുതൽ മരിച്ചവർ കേൾക്കുമെന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എത്രയോ പണ്ഡിതന്മാർ മരിച്ചവർ കേൾക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ പറഞ്ഞല്ലോ എങ്ങനെയാണ് വിശദീകരണം ആവശ്യമല്ല. ചോദ്യം ക്ലിയർ ആണ്. സമയം നോക്കിക്കോളൂ. ഇതേവരെ ആരും കൺട്രോൾ ചെയ്തിട്ടില്ല. ഇതേവരെ ഒരാളും ചോദ്യം ഞാൻ കൺട്രോൾ ചെയ്തിട്ടില്ല. ഇല്ല, ചോദ്യം ക്ലിയർ ആണ്. ചോദ്യം ക്ലിയർ ആണ്. ഉത്തരം ഇല്ല, ചോദ്യം ആയിട്ടുണ്ട്. ചോദ്യം ക്ലിയർ ആണ്. ഉത്തരം പറഞ്ഞിട്ട് ക്ലിയർ അല്ലെങ്കിൽ അപ്പൊ ആലോചിക്കാം. അസ്സലാമു അലൈക്കും. ഇവിടെ മരിച്ചവർ കേൾക്കുമോ എന്ന വിഷയം മുജാഹിദുകൾ സമ്മതിച്ചു എന്നാണ്. മരിച്ചവര് വിളിച്ച് പ്രാർത്ഥിച്ചാൽ കേൾക്കൂല എന്ന് പറഞ്ഞത് സലഫിയാളല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅകും, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കൂല. ആരാണ് അതിന് തഫ്സീർ എടുത്തത്? ഇമാം ഖുർത്തുബി. അതിൽ അചേതന വസ്തുക്കളായ കല്ലുകളും മരങ്ങളും മാത്രമല്ല, ജീവനുള്ള ഈ പറയുന്ന ജീവിച്ചിരുന്ന പിന്നീട് മരണപ്പെട്ടു പോയ നബിമാരും മലക്കുകളും ജിന്നുകളും അതിന്റെ പരിധിയിൽ വരുന്നു പറഞ്ഞ അള്ളാഹു പറഞ്ഞതാണ് ഈ മരിച്ചോര് കേൾക്കൂല എന്നുള്ളത്. ഇനി നിങ്ങൾ ഇവിടെ പറഞ്ഞ ഈ മരിച്ചോര് കേൾക്കുമെന്നതിന് കിതാബ് റൂഹിലുള്ള ചർച്ച അത് ആദ്യമായിട്ടൊന്നുമില്ല. നിങ്ങളിപ്പോ പറഞ്ഞപ്പോ നിങ്ങൾ കണ്ടതല്ല. കിതാബ് റൂഹ് വായിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇബ്നു കസീറിന്റെ വിഷയത്തിലുള്ള ഇബ്നു കസീറിന്റെ ഇബാദത്തുകൾ വായിച്ചിട്ടേ ഇവിടെ ഇരിക്കുന്നത്. ഈ പറയുന്ന പണ്ഡിതന്മാർ മരണപ്പെട്ടവർ കേൾക്കും എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന വസ്തുക്കളും കേൾക്കുന്ന കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നപ്പോ നിങ്ങൾ പറഞ്ഞത് അതിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന ഖലീബിൽ എറിയപ്പെട്ട ഈ കുഫാറിന്റെ ശരീരത്തോട് സംസാരിച്ചപ്പം ഓര് കേട്ടിട്ടില്ല എന്ന് സലഫികൾ പറഞ്ഞിട്ടുണ്ടോ? അന്ന് പറഞ്ഞാൽ കേൾക്കൂല എന്നാണ് അസ്ല്. അല്ലാഹു ഉദ്ദേശിച്ചത് മാത്രം കേൾപ്പിക്കും. അതിൽ ഉള്ളാളത്തങ്ങളോട് ഇസ്തിഗാസ ചെയ്താൽ കേൾപ്പിക്കുമെന്നില്ല. ഇത് മനസ്സിലായിക്കോളി. ഇത് ഞാൻ പറഞ്ഞുതരാം. കിതാബ് റൂഹ് അടക്കം ഇബ്നു കസീർ അടക്കം ഇബ്നു തൈമിയ്യ അടക്കമുള്ള കിതാബുകൾ സലഫുകൾ പഠിച്ചിട്ടുണ്ട്, സലഫികളും പഠിച്ചിട്ടുണ്ട്. ആ സലഫികളും പഠിച്ചിട്ട് അവർ പറഞ്ഞതാണ് അസില് കേൾക്കൂല. എന്താ തെളിവ്? അസില് കേൾക്കൂല. അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാ കേൾക്കൂല, ഓരോട് സഹായം തേടിയാ കേൾക്കൂല. എന്താ തെളിവ്? മക്കാ മുശ്രിക്ക് ചെയ്തപ്പോ അള്ളാഹ് പറഞ്ഞു എന്നിരിക്ക അള്ളാഹ് ചിലത് കേൾപ്പിക്കും. അത് അവർക്ക് മാനസികമായ പരീക്ഷണവും അവർക്കുള്ള ശിക്ഷയുമാണ്. ആ ശിക്ഷയുടെ അടിസ്ഥാനത്തിൽ അബൂജഹലിനെ കേൾപ്പിച്ചിട്ടുണ്ട്. അത് ഉള്ളാളെ തങ്ങളോട് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവല്ല.
ആ ശിക്ഷയുടെ അടിസ്ഥാനത്തിൽ കുഫാറിനെ കേൾപ്പിച്ചത് അല്ല കേൾപ്പിച്ചതാണ്. അതിന് ഉള്ളാളത്തങ്ങളെ കേൾപ്പിക്കും എന്നതിന് രേഖയില്ല. ഇനി മറ്റൊന്ന്, ഈ വിളിച്ച് പ്രാർത്ഥിച്ചാല് ജീവിച്ചിരിക്കണോന്നും കേൾക്കൂല. ശ്രദ്ധിച്ചോളി, ഞാൻ ഒരാഴ്ച പറഞ്ഞുതരാം. വിളിച്ച് പ്രാർത്ഥിച്ചാൽ അടുത്തുനിന്നാണെങ്കിലും അകലുന്നാണെങ്കിലും ജീവിച്ചിരിക്കുന്നവരും കേൾക്കൂല. തെളിവ് വേണോ? ജീവിച്ചിരിക്കണം, മരിച്ചവരും മാത്രമല്ല, വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ മരിച്ചവരും കേൾക്കൂല, ജീവിച്ചിരിക്കണോലും കേൾക്കൂല. രേഖ വേണോ? ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബി ജീവിച്ചിരിക്കേണ്ട മരിച്ചിട്ടുണ്ട് നമുക്ക് അഭിപ്രായം ഉണ്ടോ? ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് സൂറത്തുൽ മാഇദയിൽ 116-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞത് എന്താണ്? ഈ പറയുന്ന ഈസാ നബിയോട് അല്ലാഹ് ചോദിക്കും, അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. ഈസാ, നീയാണോ ജനങ്ങളോട് പറഞ്ഞത് എന്നെ എൻ്റെ ഉമ്മനെ ആരാധിച്ചോ? അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, വർത്തൻത സുബ്ഹാനക മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖിൻ ഇൻ കുൻതു ഖുൽതുഹു ഫഖദ് അലിംതഹു തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. ഈസാ നബി കയ്യൊയ്യാണ്, ജീവിച്ചിരിക്കണ ഈസാ നബി എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ എന്തിനാ പറഞ്ഞത്? നിങ്ങളിത് പറഞ്ഞത് സലഫുകൾക്കിടയിലുള്ള ചർച്ചക്കല്ല, സലഫുകളുടെ ഇടയിലുള്ള ചർച്ചയുടെ സഹോദരങ്ങളൊക്കെ മനസ്സിലായിക്കോളി. ഇനിയും വരും നാളെ മറുപടിക്ക് വന്നാൽ ബരുതേറ്റ് വരും. ഇവര് വന്നീന്റെ മുറാദ് മനസ്സിലാക്കിച്ചോളി. പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, ഹദീസുകളിലുണ്ട്, കാഫിറും മുസ്ലിമും നബിനങ്ങളീ കേൾക്കുന്നതാണ് കറാമത്തിന്റെ ബാബിലല്ലേ. നീ കാഫിറിന് കറാമത്തുണ്ട്. ഇത് കറാമത്തിന്റെ പേരിലുള്ള കേൾവിയുടെ ചർച്ചയല്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കണ്ട എല്ലാ കാഫിരിങ്ങളോടും വിളിച്ച് പ്രാർത്ഥിക്കാനാണോ? എങ്കിൽ ഉള്ളാളെ തങ്ങൾക്കുള്ള പ്രത്യേകത എന്താ? മമ്പർ തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകത എന്താ? ഒരു കേൾക്കുന്നു പറഞ്ഞ കറാമത്തിന്റെ ബാബിലല്ലേ. അപ്പൊ അബൂജഹലിന് കറാമത്തോ? അതാ പറയണത്, മരിച്ചോര് കേൾക്കുമെന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്ത ഒരു ഭാഗമുണ്ട്. അത് എവിടെയെന്നറിയോ? ഒന്ന് കാഫിർ കേൾക്കണ എന്തിനാ? അവനക്ക് ഇങ്ങനെ സന്തോഷം കൊടുക്കാൻ, ഇസ്തിഹാസക്ക് സഹായം ചെയ്യാനോ അല്ല, അവന്റെ മനസ്സിനൊരു കുത്തുകൊടുക്കാനാ, അനുഭവിക്കടാന്ന് പറയാൻ. അതേസമയം ഇസ്തിഗാസ ചെയ്താൽ, വിളിച്ച് പ്രാർത്ഥിച്ചാൽ അല്ലാഹ് പറയാണ് മരിച്ചോനും കേൾക്കൂല, ജീവിച്ചിരിക്കണോനും കേൾക്കൂല. സൂറത്തുൽ ഫാത്തിർ 14-ാമത്തെ ആയത്ത്. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കണ മനുഷ്യനാ. ഈ ജീവിച്ചിരിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാം ഇതിനെ കുറിച്ച് കയ്യൊയ്യ, ഞാൻ ഞാൻ അറിഞ്ഞിട്ടില്ലാന്ന്, റബ്ബേ നീയാണ് അറിയുന്നവെന്ന്. അതുകൊണ്ട് മനസ്സിലാക്കിച്ചോളീൻ, മരിച്ചവർ കേൾക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് അസില് കേൾക്കൂലെന്നുള്ളീന്ന് ഇസ്തിസ്നുണ്ട് എന്ന് പറഞ്ഞാല് മരിച്ചവർ കേൾക്കൂലെന്ന അടിസ്ഥാനം. എന്നാൽ ചിലത് കേൾക്കും. അത് ഏതാണ്? ഉള്ളാളത്തങ്ങളോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നല്ല. പിന്നെ ഒന്ന് കേൾക്കുന്നു പറഞ്ഞത് ഹദീസിൽ എല്ലാവരും ഇബ്നു ഇജ്മാറിലെ ചെരുപ്പടിയുടെ ശബ്ദം ആര് കേൾക്കും? മരിച്ചോന് കേൾക്കും. അത് കറാമത്തിന്റെ കേൾവിയല്ല, അത് കാഫിറും കേൾക്കും മുസ്ലിമും കേൾക്കും. നിങ്ങൾ വാദിക്കുന്നത് കറാമത്തിന്റെ കേൾവിയാണ്. അങ്ങനെ കറാമത്ത് കൊണ്ട് കേൾക്കുന്ന സാഹചര്യമില്ല, മുഅ്ജിസത്ത് കൊണ്ട് കേൾക്കുന്ന ഒരു പ്രത്യേക കേൾവിയില്ല. സാധാരണ അല്ലാഹ് എല്ലാവർക്കും അനുവദിച്ചൊരു കേൾവിയുണ്ട്. അത് മരിച്ചോര് കേൾക്കൂല എന്നുള്ളതിന്റെ എതിരല്ല. കേൾക്കൂല എന്ന് പറഞ്ഞതു അല്ലാഹ് കേൾക്കുമെന്ന് പറഞ്ഞത്. ഇസ്തിസ്ന എന്ന് പറഞ്ഞ മസല ഉസൂൽ ഫിഖ് പഠിച്ചിട്ടില്ലേ? ആമും ഖാസും പഠിച്ചിട്ടില്ലേ? ഈ ആമും ഖാസിലും ഇസ്തിസ്ന പറഞ്ഞതാണ്. കേൾക്കൂല പറഞ്ഞാരാ? അല്ലാഹ്. കേൾക്കുന്നു പറഞ്ഞത് ആരാ? അല്ലാഹ്. കേൾപ്പിക്കൂല എന്ന് പറഞ്ഞത് അല്ലാഹ്. കേൾപ്പിക്കുമെന്ന് പറഞ്ഞത് അല്ലാഹ്. കേൾപ്പിക്കുമെന്ന് പറഞ്ഞതിൽ ഉള്ളാളത്തെ കറാമത്തല്ല. അബൂജഹൽ അടക്കമുള്ള കാഫിറിനും മുസ്ലിമിനുമുള്ള ഒരു കേൾവിയുണ്ട്. ആ കേൾവിയാണ് ഇബ്നു കസീർ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞത്. ഇത് നിങ്ങൾ ഏത് മുസ്ലിയാർ വന്ന് ചോദിച്ചാലും ഊന്നി ചോദിക്കാം. അബൂജഹൽ കേൾക്കാത്തതും ഉള്ളാളത്തെ തങ്ങൾ കേൾക്കുന്നതുമായ ഒരു കേൾവി ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ടോ? അബൂജഹൽ കേൾക്കാത്തതും മഹാന്മാര് മാത്രം കേൾക്കുന്നതുമായ ഒരു കേൾവിയുടെ ചർച്ച ഏതെങ്കിലും ഒരു കിതാബിൽ, ഏതെങ്കിലും ഒരു അഹ്ലുസുന്നയുടെ കിതാബിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞോളിൻ. അതുകൊണ്ട് വിഷയം ക്ലിയർ ആണ്. നിങ്ങൾ കിതാബ് ഉസ്താദ്മാര് പറഞ്ഞ ഹൈസിയത്ത് കൂടെ മാത്രം ഓതിന്റെ പ്രശ്നമാണ്. എല്ലാ വസ്തു കൂടി ഒത്താണ്ട് നോക്കുമ്പം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കാര്യം തെളിയും. അല്ലാഹ് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, തീർച്ചയായും ഇവിടെ കേൾവിയെ സംബന്ധിച്ചുള്ള ഒരു ക്ലാരിറ്റി വന്നിരിക്കുന്നു. ആ കേൾക്കും എന്ന് പറഞ്ഞത് ഇനി ഇവിടെ മറുപടിയും ഖണ്ഡനൊക്കെ വരുമല്ലോ, വിശദമായി വിശദീകരിച്ചോളൂ. കാഫിറും കേൾക്കും. അപ്പൊ കാഫിറുകൾ ബഹുമാനിക്കുന്ന വ്യക്തികളെടുത്ത് പോയി പ്രാർത്ഥിക്കാൻ കൂടി തെളിവാണെന്ന് കൂടി പറഞ്ഞാൽ മതി നിങ്ങൾ. അപ്പൊ ശരിയാവും. കാഫിറുകളായ ആളുകൾ അവരുടെ ക്ഷേത്രത്തിൽ പൂജിക്കുന്ന ആളുകളെടുത്ത് കൂടി പോയി ചോദിക്കാനുള്ള തെളിവാണ് എന്ന് കൂടി പറഞ്ഞാൽ ഒക്കെ തീരും. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക സുഹൃത്തുക്കളെ, പോത്തും
ചെമ്പോത്തും ഒന്നല്ല. പോത്തൊരു ജീവിയാണ്, ചെമ്പോത്ത് ഞങ്ങളുടെ നാട്ടിലൊരു പക്ഷിയാണ്. രണ്ടും രണ്ടായി പഠിക്കണം. അത് അറിയാഞ്ഞിട്ടല്ല ഈ ഉസ്താദുമാര് ഈ രീതിയിൽ പ്രതികരിക്കുന്നത്. പിന്നെ ഭയങ്കര ബഹളവും, രണ്ടൊച്ചയും 2 തക്ബീറും മുഴക്കിയ മൊത്തം ഗ്രൗണ്ട് വിജയിച്ചു എന്നുള്ള ധാരണയൊന്നും ഉസ്താദിന് വേണ്ട. ഞങ്ങൾ ആ ശൈലിയിലേക്ക് ഇതിനെ കൊണ്ടുപോയിട്ടില്ല. ഇവിടെ ഒരു ഉസ്താദ് വന്ന് കിതാബിന്റെ പകുതിന്ന് പിടിച്ചപ്പോ ഞങ്ങളെ പ്രവർത്തകരാരും അല്ലാഹു അക്ബർ എന്ന് പറയാത്തത് അവർക്ക് അല്ലാഹു അക്ബർ പറയാൻ അറിയാഞ്ഞിട്ടല്ല. അത് പഠിക്കാനും അന്വേഷിക്കാനും വന്ന മനുഷ്യരെ അവർക്ക് വീഴ്ച വന്നെങ്കിൽ ആ വീഴ്ചയിലിട്ട് കുത്തലല്ല എന്ന നിലക്കാണ്. അതുകൊണ്ട് ഇങ്ങനെ കിതാബിന്ന് 4 ഇബാറത്ത് വായിച്ചിട്ട് 2 ബഹളം ഉണ്ടാക്കിയാൽ അതുകൊണ്ടൊന്നും ആകൂല ഉസ്താദെ. ഇനി നിങ്ങൾക്ക് വിശദീകരിക്കാനുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾ മറുപടി വെക്കുന്നുണ്ടെന്നാണല്ലോ കേട്ടത്. നിങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും മറുപടി ഉണ്ടാകും. മറുപടിയിൽ കിതാബിലെ ഭാഗം കൃത്യമായി കാണിച്ച് വിശദീകരിച്ചോളൂ. അപ്പൊ ബാക്കി കാര്യങ്ങൾ നമ്മൾ പറയും. എന്തായാലും പോലീസിന്റെ നിയമങ്ങൾ പൂർണ്ണമായി ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ കൊടുത്ത പരാതി പ്രകാരം ഞങ്ങൾ ഇവിടുന്ന് ഫ്ലെക്സുകൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ കൊടുത്ത പരാതി പ്രകാരം ഞങ്ങളുടെ എന്താ പറയാ മൈക്കുകൾ, ബോക്സുകൾ ഓഫാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ഡിബേറ്റിന് നിന്നിട്ടില്ല. പോലീസുകാരുടെ നിർദ്ദേശത്തെ, അവർക്കുള്ള പ്രഷറിനെ ഞങ്ങൾ പരിഗണിച്ചു. അവരുടെ നിർദ്ദേശത്തെ ബഹുമാനിച്ചു. ഇനി അത് ജനാധിപത്യപരമായി വേറെ ഡിസ്കസ് ചെയ്യേണ്ടതാണെങ്കിൽ ഡിസ്കസ് ചെയ്യും. 10 മണിക്ക് നിർത്തുന്ന രീതി സ്വീകരിക്കുന്നത് കൊണ്ട് ഉസ്താദ് അഫ്വൻ, തീർച്ചയായും നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അടുത്തൊരു മുഖാമുഖം ഉണ്ടാകും. അവിടെ വന്ന ആദ്യത്തെ വ്യക്തിയായി നിങ്ങളെ പരിഗണിക്കും. അത് യൂസുഫ് ഉസ്താദിനോട് ചോദിച്ചാൽ മതി. യൂസുഫ് ഉസ്താദ് ഇത് 7ഓ 8ആമത്തതാണ്. അബൂ ഷൈമിനോടും അതാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് അങ്ങോട്ട് വരാനുള്ള വണ്ടിക്കാശ് ഞങ്ങൾ തന്നോളും, നിങ്ങൾ വന്നാൽ മതി. അടുത്ത 1ാമത്തെ 2ാമത്തെ ആളായി നിങ്ങളെ പരിഗണിക്കും. ഇതിന്റെ സമാപന ബുധനാഴ്ച മറുപടി പ്രഭാഷണം നടക്കുന്നുണ്ട്. ഹുസൈൻ സലഫിക്ക് ഉള്ള മറുപടി എന്ന വ്യാജേന നടന്ന പരിപാടിക്കുള്ള മറുപടി ബുധനാഴ്ച നടക്കുന്നുണ്ട്. ആ പരിപാടിയിൽ പങ്കെടുക്കുക. ഇതിന്റെ അവസാന വാക്കുകൾ നിർവഹിക്കാൻ വേണ്ടി ഹംസ ഷാക്കിറിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. എൻ്റെ സകല സഹോദരങ്ങളോടും ഈ ഒരു അവസാന നിമിഷത്തിൽ പറയാനുള്ളത്, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയുടെ 103 മുതൽ 104, 103, 104 ആയത്തുകൾ നിങ്ങൾ പരിശോധിക്കുക. നിങ്ങളുടെ ഈ നാട്ടിൽ നിലനിൽക്കുന്ന ഷിർക്കിന്റെ കേന്ദ്രമായ ഈ ഉള്ളാള് ദർഗയുമായി ബന്ധപ്പെട്ട് അറിയപ്പെട്ട കാര്യമാണ് ഉള്ളാളത്തെ ആട് എന്ന് പറയുന്നത്. ആ ഉള്ളാളത്തെ ആടുമായി ബന്ധപ്പെട്ട് ഉള്ളാളത്തെ ആട് ലോകത്തിന്റെ, പിന്നെ കേരളത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും വഴിതെറ്റാതെ ഉള്ളാളത്തേക്ക് എത്തുന്നവരോ ഈ ആടിന്റെ പ്രത്യേകത, ആ ആടിനെ തൊടാൻ പാടില്ല, ആ ആടിനെ ശല്യപ്പെടുത്താൻ പാടില്ല എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുക. ഇതേ വിശ്വാസം ആദ്യം ആരംഭിച്ചത് അറബ് മുശ്രിക്കുകളാണ്. അതിനെക്കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത് സൂറത്തു അൽ മാഇദയുടെ 103ാമത്തെ ആയത്തിൽ. മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബത്തിൻ വലാ വസീലത്തിൻ എന്ന് തുടങ്ങുന്ന ആയത്ത്. ഇവര് ഈ മക്കാ മുശ്രിക്കുകൾ പിന്നെ ഒട്ടകങ്ങൾ നേർച്ചയാക്കിയിരുന്നു ഈ പറയുന്ന വിഗ്രഹങ്ങൾക്ക് എന്നതുപോലെ ഈ പറയുന്ന ആളുകൾ ഖബറിനെ നേർച്ചയാക്കുന്നു. അതിനെക്കുറിച്ച് അല്ലാഹു പറഞ്ഞെന്താ അറിയോ? ഇവരോട് വൈദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വ ഇലർ റസൂൽ, അല്ലാഹുവും റസൂലും പഠിപ്പിച്ച തൗഹീദിലേക്ക് നിങ്ങൾ വരൂ എന്ന് പറഞ്ഞാൽ ഒരു പറയും ഇതിന് ന്യായം അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഇത് ഞങ്ങൾ